ഹലോ എവ്രിവൺ, എല്ലാവർക്കും സൈലം പി എസ് സിയിലേക്ക് സ്വാഗതം. ഞാൻ സ്വാതി സ്വാഗത്, സൈലം പി എസ് സിയിലെ ബയോളജി ഫാക്കൽറ്റിയാണ്. അപ്പോൾ ഒരു PSC എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇനി അങ്ങോട്ടുള്ളത് ഒരു പരീക്ഷാ കാലമാണ്. അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും എന്നറിയാം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ കുറച്ച് പുതിയ ക്വസ്റ്റ്യൻസും എന്ന് വെച്ചാൽ പുതിയ SCERT ടെക്സ്റ്റ് ബുക്കിൽ എവിടെയൊക്കെയാണ് ആ ക്വസ്റ്റ്യൻ ഒളിഞ്ഞു കിടക്കുന്നത്, ഏതൊക്കെ ഭാഗത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് ഉണ്ട്, അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയാലോ. ഓക്കെ, റെഡി ആണല്ലോ. അപ്പോൾ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. ചിലപ്പോൾ നമ്മൾ മുൻപേ പഴയ SCERT ടെക്സ്റ്റ് ബുക്കുകളൊന്നും കാണാത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ഫാക്റ്റ് ഒക്കെ ആയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ പോകുന്നത്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. റെഡി ചെയ്താൽ ഒന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ശരിക്കും ഒരു NCERT ലെവലിലൊക്കെ മുൻപേ ഉണ്ടായിരുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പം നമ്മൾ SCERT ടെക്സ്റ്റ് ബുക്കിലേക്കിലും കൂടെ ആ ഒരു കണ്ടന്റ് കൊണ്ടുവന്നു എന്ന് മാത്രം. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. ഗർഭകാലത്തിന്റെ 10-12 ആഴ്ചയ്ക്കുള്ളിൽ പ്ലാസന്റയിലെ വില്ലസുകളിൽ നിന്നും സാമ്പിൾ കോശങ്ങൾ എടുത്ത് ക്രോമസോം തകരാറുകൾ തിരിച്ചറിയുന്ന പരിശോധനയ്ക്ക് പറയുന്ന പേരെന്താണ്? ഓക്കെ, അപ്പൊ എന്തായാലും ഒരു പ്രത്യുൽപാദന വ്യവസ്ഥ, മനുഷ്യ ശരീരം എന്ന് പറയുന്നത് നമ്മളെ ബയോളജിയെ സംബന്ധിച്ചിടത്തോളം ഒഴിവാക്കാൻ പറ്റാത്തൊരു ടോപ്പിക്കാണ് അല്ലെ. അപ്പൊ അതിലോരോ വ്യവസ്ഥകളായിട്ടാണ് പഠിക്കുക. പ്രത്യുൽപാദന വ്യവസ്ഥ എന്ന് പറയുന്ന ടോപ്പിക്കിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? അപ്പോൾ ഒരു പ്രഗ്നൻസി ടൈമിൽ ഉള്ളിൽ വളരുന്ന കുഞ്ഞിന് എന്തെങ്കിലും ജനിതക തകരാറുകൾ ഉണ്ടോ എന്നൊക്കെ അറിയാനൊക്കെ ആയിട്ട് സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ അതിനുശേഷം എന്തെങ്കിലും ജനിതക തകരാറുകൾ ഉണ്ട് എന്നുള്ള ഒരു സാധ്യത കിട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ പരിശോധനകളിലേക്ക് പോകും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരു പരിശോധനയാണ് ജനിതക തകരാറുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. ഇവിടെ എന്താ ചെയ്യുന്നത്? പ്ലാസന്റ അല്ലെ, ശരീരത്തിൽ അമ്മയുടെയും കുഞ്ഞിന്റെയും രക്തം കൂടിക്കലരാതെയുള്ള പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്ന ഭാഗമാണ് പ്ലാസന്റ. ഇത് മുൻപേ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ പ്ലാസന്റ അമ്മയുടെ ശരീരത്തിലുള്ള കോശങ്ങളും കുഞ്ഞിന്റെ കോശങ്ങളും കൂടെ ചേർന്ന് ഗർഭകാലത്തിന്റെ തുടക്കത്തിൽ തന്നെ രൂപപ്പെടുന്ന ഭാഗമാണ് പ്ലാസന്റ. അമ്മേന്റെയും കുഞ്ഞിന്റെയും രക്തം കൂടിക്കലരാതെയുള്ള പദാർത്ഥ വിനിമയം നടത്താൻ വേണ്ടിയിട്ടാണ് പ്ലാസന്റ എന്ന് പറയുന്ന ഒരു ഭാഗം യൂട്രസിനകത്ത് ഗർഭാശയത്തിനകത്ത് രൂപപ്പെടുന്നത് അല്ലേ. അപ്പോൾ പ്ലാസന്റയിലുള്ള വില്ലസുകളിൽ നിന്നും, വില്ലസുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുകുടലിനകത്ത് വിരലുകൾ പോലെ നിൽക്കുന്ന വില്ലസുകൾ പഠിച്ചില്ലേ, അതേപോലെ തന്നെ പ്ലാസന്റയിൽ കാണപ്പെടുന്ന ഭാഗമാണ് വില്ലസുകൾ. ഓക്കെ, അതിൽ നിന്നും സാമ്പിൾ കോശങ്ങൾ എടുക്കുകയാണ്. കാരണം ആ സാമ്പിൾ കോശങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ അമ്മേന്റെ കോശങ്ങളും കുഞ്ഞിന്റെ കോശങ്ങളും ഒക്കെ കൂടെ ചേർന്നുണ്ടായതാണ്. എന്നിട്ട് ക്രോമസോം ഒക്കെ പരിശോധിച്ചുകൊണ്ട് ഈ തിരിച്ചറിയുന്ന പരിശോധനയ്ക്ക് എന്താണ് പറയാം? എന്താണ് ആൻസർ എന്താ? അതാണ് പ്രധാനം അല്ലെ. ട്യൂബക്ടമി എന്നാണോ, കോറിയോണിക് വില്ലസ് സാമ്പിളിംഗ് എന്നാണോ, ആംനിയോസെന്റസിസ് എന്നതാണോ, വാസക്ടമി എന്നതാണോ? ഏതാണ് ആൻസർ? ഓക്കെ, ചിലപ്പം എന്തായാലും ഓപ്ഷൻ എയും ഡിയും ആവാൻ സാധ്യതയില്ല. കാരണം ഇത് നമ്മൾ ആ ഒരു ഏരിയയിൽ കേട്ട ആൾക്കാർക്ക് അറിയാം, അത് രണ്ടും ഗർഭനിരോധന മാർഗങ്ങളുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ. ട്യൂബ് കട്ട് ചെയ്യുന്ന കാര്യങ്ങളാണെന്ന് അറിയാം. അപ്പൊ ഇവിടെ എന്താ? കോറിയോണിക് വില്ലസ് സാമ്പിളിംഗ് ഓർ ആംനിയോസെന്റസിസ്. രണ്ട് ഓപ്ഷൻ. ആംനിയോസെന്റസിസ് എന്ന് പറയുമ്പോൾ തന്നെ അമ്നിയോട്ടിക് ദ്രവം, കുഞ്ഞ് ഗർഭാശയത്തിനകത്ത് ഒരു ദ്രവത്തിനകത്താണ്, ഒരു ഫ്ലൂയിഡിനകത്താണ് കിടക്കുന്നത് അല്ലെ. അമ്നിയോട്ടിക് സ്ഥലം ഉണ്ടാക്കുന്ന അമ്നിയോട്ടിക് ദ്രവം, ആ ദ്രവത്തിൽ കുഞ്ഞിന്റെ കോശങ്ങൾ ഉണ്ടാവും. ആ കോശങ്ങൾ എടുത്ത് ക്രോമസോം തകരാറ് പരിശോധിക്കുകയാണെങ്കിൽ അതാണ് അമ്നിയോസെന്റസിസ്. പ്ലാസന്റേന്റെ കാര്യം പറയുകയാണെങ്കിൽ അപ്പൊ ആൻസർ എന്തിലേക്ക് പോവാണ്? കോറിയോണിക് വില്ലസ് സാമ്പിളിംഗ് എന്ന് പറയുന്നതാണ് ആൻസർ. മറക്കരുത് കേട്ടോ. അപ്പൊ അതേപോലെ ഈ അടുത്തൊരു എക്സാമിന് വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു, നമ്മൾ പ്ലാസന്റയിൽ നിന്നുള്ള അല്ലെ ഒരു ഹോർമോണിന്റെ പേര് എന്ന് വെച്ചാൽ ഗർഭകാലത്ത് മാത്രം ഉണ്ടാവുന്ന ഹോർമോൺ. ആ ഹോർമോൺ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഹോർമോണിന്റെ സാന്നിധ്യം ഒരു ലേഡീന്റെ രക്തത്തിലോ യൂറിനിലോ കണ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ആ ലേഡി പ്രഗ്നന്റ് ആണ് എന്നാണ് അല്ലെ. അപ്പൊ പ്രഗ്നൻസി നമുക്ക് കൺഫേം ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന പ്ലാസന്റയിൽ നിന്നുണ്ടാവുന്ന ഹോർമോൺ ഏതാണ്? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഈ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചു. അതും നമ്മളെ പുതിയ ടെക്സ്റ്റ് ബുക്കിലേക്ക് വരുമ്പം SCERTയിൽ ഇപ്പം ആഡ് ചെയ്താണ്. ഓൾറെഡി NCERTയിലുള്ള കാര്യമാണ്. അതിന് നമ്മൾ എന്താ പറയാ? അത് HCG എന്നതായിരുന്നു, ഹ്യൂമൺ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ. അപ്പൊ ഇത് ഹോർമോൺ ആണ്. അപ്പൊ കോറിയോണിക് എന്ന് പറയുന്നൊരു വാക്ക് നിങ്ങൾക്ക് അവിടെ എവിടെയും കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലേ അല്ലെ. യെസ്, അപ്പൊ ഇവിടുത്തെ ആൻസർ കോറിയോണിക് വില്ലസ് സാമ്പിളിംഗ് എന്ന് പറയുന്നതാണ് ആൻസർ കേട്ടോ. ഓക്കെ, റിലേറ്റഡ് കണ്ടന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പഴയ SCERT ഒക്കെ നോക്കുമ്പോൾ 8ാം ക്ലാസ്സിലായിരുന്നു പ്രത്യുൽപാദനമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. പക്ഷെ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ വരുമ്പോൾ 9ാം ക്ലാസ്സിലേക്ക് ആ ചാപ്റ്റർ മാറി. 9ാം ക്ലാസ്സിൽ അത്യാവശ്യം കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കണ്ടന്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മനുഷ്യന്റെ പ്രത്യുൽപാദനം എന്ന് പറയുമ്പോൾ ഒരു +2 NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് കൂടുതലും കാര്യങ്ങൾ വേണം എന്നുള്ളവർ അവിടെയാണ് നമ്മൾ പഠിക്കുന്നത്. റെഡി, ക്ലിയർ? അപ്പൊ എന്തായാലും ഇവിടെ ഒന്ന് നോക്കാം, അതിന്റെ റിലേറ്റഡ് കണ്ടന്റും കാര്യങ്ങളും നോക്കുകയാണ്. ഇതാണ് ഇപ്പൊ ആ ക്വസ്റ്റ്യൻ വന്ന സാധനം അല്ലെ. കോറിയോണിക് വില്ലസ് സാമ്പിളിംഗ് കണ്ടല്ലോ ഹെഡിങ്. ഗർഭകാലത്തിന്റെ 10-12 ആഴ്ചയ്ക്കുള്ളിൽ പ്ലാസന്റയിലെ വില്ലസിൽ നിന്നും സാമ്പിൾ കോശങ്ങൾ എടുത്തുകൊണ്ട് ജനിതക തകരാറ് പരിശോധിക്കുക. യെസ്, അപ്പൊ അടുത്ത ഓപ്ഷൻ എന്തായിരുന്നു? അമ്നിയോസെന്റസിസ് എന്ന് പറയുന്നല്ലേ, അമ്നിയോസെന്റസിസ്. അപ്പൊ അതെന്താ? ഗർഭസ്ഥ ശിശുവിന് ചുറ്റുമുള്ള അമ്നിയോട്ടിക് ദ്രവത്തിൽ ആ ഗർഭസ്ഥ ശിശുവിന്റെ കോശങ്ങൾ എന്തായാലും ഉണ്ടാവും അല്ലെ. അപ്പൊ ആ കോശങ്ങൾ എടുത്ത് പരിശോധിക്കുക.
എന്നിട്ട് ജനിതക തകരാറുണ്ടോ എന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ അമ്നിയോസെന്റസിസ് എന്നാണ് പറയുക. അപ്പൊ രണ്ടും മറക്കണ്ട, രണ്ടും നല്ല 2 പോയിന്റ് ആണ് കേട്ടോ. അതേപോലെ ഇവിടെ നോക്കിയേ, ജനിതക തകരാറ് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഗർഭകാലത്തിന്റെ 11-13 ആഴ്ചകളിലായിട്ട് പ്രത്യേക സ്കാനിങ്ങും രക്തപരിശോധനയും ഒക്കെ നടത്തുന്നത്, പല ജനിതക വൈകല്യങ്ങൾ ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്ത് നോക്കുന്ന ഒരു ജനിതക വൈകല്യമാണ് ഡൗൺ സിൻഡ്രോം. മറക്കണ്ട കേട്ടോ, ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എപ്പോഴും പ്രതീക്ഷിക്കാൻ പറ്റുന്നതാണ്, ഇടയ്ക്ക് ചോദിക്കുന്നതാണ്. ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്ന ജനിതക തകരാറ്. ഓക്കെ, അപ്പോൾ ആ ജനിതക തകരാറ് ഉണ്ടോ എന്ന് നോക്കുന്ന സമയത്ത് രോഗത്തിന്റെ ഒരു സാധ്യത കാണുവാണെങ്കിൽ പിന്നെയും കൂടുതൽ പരിശോധന എന്നുള്ള രീതിയിലാണ് ഈ 2 ടെസ്റ്റും കാര്യങ്ങളും ചെയ്യാം. അപ്പോൾ ഡൗൺ സിൻഡ്രോം റിലേറ്റഡ് ആയിട്ട് 1-2 കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നമ്മളിവിടെ ഡൗൺ സിൻഡ്രോം എന്ന് പറഞ്ഞല്ലേ, അപ്പോൾ ഡൗൺ സിൻഡ്രോം എന്ന് പറയുമ്പോൾ ഡൗൺ സിൻഡ്രോം ഏത് ക്രോമസോമിന്റെ തകരാറ് കൊണ്ടാണ് ഡൗൺ സിൻഡ്രോം ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്, ഇടയ്ക്ക് ചോദിക്കുന്നതാണ്. ക്രോമസോം നമ്പർ ഏതാണ്? 21ാമത്തെ ക്രോമസോം ആണ് കേട്ടോ. 21st ആണ്, 21st ക്രോമസോമിൻ്റെതാണ്. 21ാമത്തെ ക്രോമസോമിന്റെ മുകളിലുള്ള ട്രൈസോമി ആണ് കാരണം. അങ്ങനെയാണ് പഠിക്കുക, ട്രൈസോമി അറ്റ് 21st ക്രോമസോം. ട്രൈസോമി എന്ന് വെച്ചാൽ എല്ലാ ക്രോമസോമുകളും ജോഡിയായിട്ട് 23 ജോഡിയായിട്ടാണ് കാണുന്നത്. അതിൽ 21ാമത്തെ ജോഡി എടുത്ത് നോക്കുമ്പോൾ അവിടെ 2 പകരം 3 ഉണ്ടാവുന്ന കണ്ടീഷൻ. ഓക്കെ, അപ്പൊ തന്നെ എന്താവുകയാണ്, നമ്മൾ പറയുമ്പം അയ്യോ അതൊരു വളരെ ചെറിയൊരു ഒരു പ്രശ്നമല്ലേ, തകരാറല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു തകരാറ് കൊണ്ട് ജനിക്കുന്ന കുഞ്ഞിന്റെ അവസ്ഥ അറിയാം. ഡൗൺ സിൻഡ്രോം ഉള്ള കുഞ്ഞുങ്ങൾ നമ്മൾ കാണുന്നതാണ് അല്ലേ, സ്പെഷ്യൽ സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങളായിരിക്കും ഡൗൺ സിൻഡ്രോം എന്ന് പറയുമ്പോൾ. അപ്പൊ ആ ഒരു തകരാറിന് കാരണമായിട്ട് മാറാണ്. നമ്മൾ മംഗോളിസം എന്നൊക്കെ വിളിക്കുന്ന ഒരു രോഗം കൂടിയാണ് കേട്ടോ. മംഗോളിസം എന്നൊക്കെ വിളിക്കും. ഒരു മംഗോളിയൻസിന്റെ ഫേസും ലുക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും, റൗണ്ട് ആയിട്ടുള്ള ഒരു അല്ലെ, തലയൊക്കെ കുറച്ചും കൂടി ഇങ്ങനെ ഉരുണ്ടിരിക്കുന്ന പോലെയാണ്, ഫേസ് ഒക്കെ ഒരു പഫി ടൈപ്പ് ഫേസും ഒക്കെയാണ് ഉണ്ടാവുക. അപ്പോൾ ഡൗൺ സിൻഡ്രോം മംഗോളിസം എന്ന് വിളിക്കാറുണ്ട് അല്ലെ. 21ാമത്തെ ക്രോമസോമിന്റെ മുകളിലുള്ള ട്രൈസോമിയാണ് ഈ രോഗത്തിന് കാരണം എന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ അതുണ്ടോ എന്ന് അറിയാനുള്ള ടെസ്റ്റിന്റെ പേരായിട്ടാണ് ഇതൊക്കെ നമ്മൾ പറഞ്ഞത്. ഇനി ഇപ്പം നമ്മൾ ഓൾറെഡി അതിൻ്റെ കൂട്ടത്തിൽ ഓപ്ഷനിൽ വേറെ 2 വാക്ക് കണ്ടില്ലേ, അതുകൊണ്ട് ആ വാക്കും കൂടെ ഒന്ന് പരിശോധിക്കുക കേട്ടോ. ഓക്കെ, ട്യൂബക്ടമി, വാസക്ടമി ഓപ്ഷനിൽ കണ്ട സാധനങ്ങളാണ്. അതുപോലെ ഈ ചിത്രത്തിൽ കാണുന്നതൊക്കെ ഗർഭനിരോധന മാർഗ്ഗങ്ങളാണ്. ഓക്കെ, കുഞ്ഞുങ്ങൾ ഈ സമയത്ത് ഇപ്പോൾ ആവശ്യമില്ല എന്ന് പറയുന്ന സമയത്ത് ദമ്പതികൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങും കാര്യങ്ങളും ചെയ്യാം അല്ലേ. അതിൽ ചിലത് ടെമ്പററി ആയിട്ട് ചെയ്യുന്നതായിരിക്കും, ചിലത് പെർമനന്റ് ആയിട്ട്. അതുപോലെ കുഞ്ഞുങ്ങൾ 2 കുഞ്ഞുങ്ങളൊക്കെ ആയി കഴിഞ്ഞ് ഇനി കുഞ്ഞുങ്ങൾ വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്ന സമയത്ത് പെർമനന്റ് ആയിട്ട് എന്ത് ചെയ്യാറുണ്ട് അല്ലെ, ഈ പറഞ്ഞ കാര്യങ്ങൾ പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യാറുണ്ട്. അതിനു വേണ്ടിയിട്ട് ചെയ്യുന്ന ശസ്ത്രക്രിയകളാണ് ശരിക്കും ട്യൂബക്ടമി, വാസക്ടമി എന്ന് പറഞ്ഞാൽ. വാസക്ടമി, വാസ ഡിഫറൻസ് എന്ന് പറയുന്ന ട്യൂബൊക്കെ ഉണ്ട്, അതൊക്കെ പുരുഷന്മാരിൽ കാണപ്പെടുന്നതാണ് അല്ലെ. ഇത് പുരുഷന്റെ ലൈംഗിക ഭാഗങ്ങളാണ് കൊടുത്തത്. ഇതാണ് ഈ ബീജവാഹി കുഴലുകളാണ്, ഇതിൽ കൂടെയാണ് വൃഷണത്തിനകത്തുള്ള ബീജം പുറത്തേക്ക് വരുന്നത് അല്ലെ. അപ്പൊ എന്ത് ചെയ്യുക, ഇതങ്ങ് കട്ട് ചെയ്യുക. ഇത് നമ്മൾ വീട്ടിൽ ചെയ്യുന്നതല്ല അല്ലെ, ശസ്ത്രക്രിയയായിട്ട് തന്നെ ചെയ്യുന്നതാണ്, ഹോസ്പിറ്റലിൽ നിന്ന് ശസ്ത്രക്രിയയായിട്ട് ചെയ്യുന്നതാണ്. അപ്പൊ ഇത് കട്ട് ചെയ്യുക അല്ലെ, എന്നിട്ട് ഇത് കെട്ടി വെക്കുന്നൊക്കെ കണ്ടില്ലേ, അങ്ങനെ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, റെഡി. അപ്പം ബീജം പുറത്തേക്ക് വരാത്തിടത്തോളം പിന്നെ അവർക്ക് ഈ പറഞ്ഞ പ്രഗ്നൻസി എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് അവരെ പാർട്ട്ണർ പോകുന്നില്ല. ഇനി ഇതാണെങ്കിലോ ലേഡീസിന്റെ കേസിലാണ് ട്യൂബക്ടമി ചെയ്യുക. ഫെലോപ്പിയൻ ട്യൂബ് എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ, നമ്മൾ അണ്ടവാഹി കുഴൽ അല്ലെ, അണ്ടവാഹിയിൽ വെച്ചാണ് ബീജസംയോഗം നടക്കുന്നത്. അതൊരു ക്വസ്റ്റ്യൻ ആണ്. ബീജസംയോഗം നടക്കുന്ന ഭാഗം എവിടെ? അണ്ടവാഹി, ഫെലോപ്പിയൻ ട്യൂബ് അല്ലെ ഓവിഡക്റ്റ് എന്നൊക്കെ പറയാം. അപ്പൊ അണ്ടാശയം ഇതാണ്, ഇതിനകത്ത് അണ്ടം പുറത്തേക്ക് വരുന്ന ട്യൂബാണ് അണ്ടവാഹി അല്ലെങ്കിൽ ഫെലോപ്പിയൻ ട്യൂബ്. ഈ ട്യൂബ് എന്ത് ചെയ്യുന്നു, അതുപോലെ മുറുക്കി അല്ലെങ്കിൽ കട്ട് ചെയ്ത് വെക്കുക അല്ലെ. എന്ന് കഴിഞ്ഞാലും അപ്പോൾ എന്ത് ചെയ്യുക, പ്രഗ്നൻസി സംഭവങ്ങൾ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു പെയേഴ്സ് അല്ലെങ്കിൽ ഒരു കപ്പിൾസിന്റെ ഇടയിൽ എന്ന് പറയുമ്പോൾ 2 പേരിൽ ഒരാൾ ചെയ്ത് കഴിഞ്ഞാൽ മതി. ഓക്കെ, റെഡി. അപ്പൊ സ്ത്രീകളിൽ ചെയ്യുന്ന ശസ്ത്രക്രിയക്ക് ട്യൂബക്ടമി, പുരുഷന്മാരിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ വാസക്ടമി എന്നാണ് പറയാം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മറ്റുള്ള മാർഗ്ഗങ്ങളൊക്കെയാണ് കേട്ടോ, ടെമ്പററി ആയിട്ടുള്ള കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സ് ആണ്. ഇത് ഗർഭനിരോധന മാർഗ്ഗങ്ങളായിട്ടാണ് നമ്മൾ ഹോർമോൺ ഗുളികകൾ കഴിക്കുക, അതേപോലെ ഡയഫ്രം യൂസ് ചെയ്യുക, കോണ്ടംസ് യൂസ് ചെയ്യുക. ഇത് പുരുഷന്മാരാണെങ്കിൽ ഇത് സ്ത്രീകളാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ പുംബീജത്തിനെ നശിപ്പിക്കാനുള്ള എന്ത് ചെയ്യാണ്, അതിനുള്ള ഈ ഓയിൽമെന്റ് പോലെയുള്ള കാര്യങ്ങൾ ലേഡീസിൽ യൂസ് ചെയ്യുക. പിന്നെ കോപ്പർ ടീ പോലെയുള്ള കുറച്ചധികം കാലത്തേക്ക് കോൺട്രസെപ്റ്റീവ് ആയിട്ട് മെത്തേഡായിട്ട് ചെയ്യാൻ പറ്റുന്ന കോപ്പർ ടീ, കോപ്പർ അയോണുകളെ എമിറ്റ് ചെയ്യാൻ കഴിവുള്ള ഭാഗങ്ങൾ ഇംപ്ലാന്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഈ ഒരു മെത്തേഡൊക്കെ ആയിട്ട് പറയുന്നത്. ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ 9ാം ക്ലാസ്സിന്റെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്ത കണ്ടന്റ് ആണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോയാലോ. അപ്പോൾ റിലേറ്റഡ് കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ HCG ഹോർമോണിന്റെ കേസ് പറഞ്ഞു, അതും ഇവിടെ കൊടുത്തിട്ടുണ്ട്. HCG ഹോർമോൺ പ്രീവിയസ് ചോദിച്ചതാണ്. പ്ലാസന്റയിലെ കോശങ്ങളാണ് ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ എന്ന ഹോർമോൺ ഉണ്ടാക്കുക. അപ്പോൾ ഒരു പ്രഗ്നൻസിന്റെ ആദ്യ കാലങ്ങളിലൊക്കെ ഒരു ലേഡിയിൽ എന്തായാലും ഈ ഹോർമോണിന്റെ അളവ് വളരെ കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ രക്തത്തിലും മൂത്രത്തിലൊക്കെ അതിന്റെ സാന്നിധ്യം
കാണാം. അപ്പൊ ഇത് എന്തിനു വേണ്ടിയിട്ടാ? ഗർഭാശയത്തിനകത്തുള്ള ആന്തരപാളി അവിടെ നിലനിർത്തുക, കുറച്ചും കൂടെ അതിനെ ഒന്ന് ദൃഢമാക്കുക. പ്രൊജസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോണിന്റെ അളവ് ഗർഭകാലത്തിൽ മൊത്തം ഹൈ ആയിട്ട് നിൽക്കണം. അപ്പൊ അതിനെ അതേപടി നിലനിർത്താൻ സഹായിക്കുക. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാവുന്ന പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാവുന്ന ഹോർമോണാണ് HCG, ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ. ആരാണ് ഉണ്ടാക്കുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത്? പ്ലാസന്റയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. റെഡി, ക്ലിയർ, ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടന്നാലോ? ഓക്കെ, യെസ്, സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. മനുഷ്യനിലെ രക്തഗ്രൂപ്പ് നിർണയത്തിന് കാരണമായ പ്രതിഭാസം ഏതാണ്? മനുഷ്യനിലെ രക്തഗ്രൂപ്പ് നിർണയത്തിന് കാരണമായ പ്രതിഭാസം. ചിലപ്പോൾ നമ്മൾ രക്തഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ABO രക്തഗ്രൂപ്പ് എന്നാണ് പറയുക. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടോ? ഇല്ല. A ഗ്രൂപ്പ് ഉണ്ട്, B ഗ്രൂപ്പ് ഉണ്ട്, AB ഗ്രൂപ്പ് ഉണ്ട്, O ഗ്രൂപ്പ് ഉണ്ട്. പക്ഷെ നമ്മൾ പറയുമ്പോൾ ഒരുമിച്ച് ABO രക്തഗ്രൂപ്പ് എന്നാണ് അതിന് പറയാം. ഇതാരാ കണ്ടെത്തിയ? കാൾ ലാൻഡ്സ്റ്റൈനർ അല്ലെ? കാൾ ലാൻഡ്സ്റ്റൈനർ ആണ് രക്തഗ്രൂപ്പ് കണ്ടെത്തിയെന്നൊക്കെ അറിയാം. അപ്പൊ എന്തായാലും ഇങ്ങനെ രക്തഗ്രൂപ്പ് പലതരം ഓരോരുത്തർക്കും ഓരോ ഗ്രൂപ്പാണ്. ഓരോരുത്തരുടെയും RBC അല്ലെ? RBCയിൽ കാണപ്പെടുന്ന ആന്റിജൻ ഏതാണോ, ആന്റിജൻ RBCന് മുകളിലും പ്ലാസ്മയിലാണ് ആന്റിബോഡി കാണപ്പെടുക എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ? അപ്പൊ ഓരോരുത്തരുടെയും RBC അരുണരക്താണുവിന്റെ മുകളിലുള്ള ആന്റിജൻ ഏതാണോ അത് നോക്കി ഗ്രൂപ്പ് നിർണ്ണയിക്കാം. A ആന്റിജൻ ഉള്ളവരാണെങ്കിൽ A ഗ്രൂപ്പ്, B ആന്റിജൻ ഉള്ളവരാണെങ്കിൽ B ഗ്രൂപ്പ്, Aയും Bയും 2 ആന്റിജൻ ഉള്ളവർ AB ഗ്രൂപ്പ്, 1 ആന്റിജൻ ഇല്ലാത്തവർ O ഗ്രൂപ്പ്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെ വ്യത്യസ്തമായ ഗ്രൂപ്പുകൾ വരാൻ കാരണം ഈ രക്തഗ്രൂപ്പിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന, അതിനെ നിയന്ത്രിക്കുന്ന ജീനിന് വിവിധ അലീലുകൾ ഉള്ളതുകൊണ്ടാണ്. ഓക്കെ, വിവിധ അലീലുകൾ ഉള്ളതുകൊണ്ടാണ്. ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ 2ൽ കൂടുതൽ എന്ന് പറയാം അല്ലെ? അത്രയും അലീലുകൾ ഉള്ളതുകൊണ്ടാണ് വിവിധ രക്തഗ്രൂപ്പുകളായിട്ട് മാറുന്നത്. ആ ഒരു പ്രതിഭാസത്തിന് പറയുന്ന പേരാണ്, പ്രതിഭാസത്തിന് പറയുന്ന പേരെന്താണെന്നറിയോ? മൾട്ടിപ്പിൾ അലീലിസം എന്നാണ് പറയുക. എന്താണ് ആൻസർ? മൾട്ടിപ്പിൾ അലീലിസം. ഇതും ഇപ്പം ഒരു +2 ലെവൽ പോയിന്റ് ആയിട്ട് മുൻപേ ഉണ്ടായിരുന്നു. ഇപ്പം ആണെങ്കിൽ നമ്മളെ ടെക്സ്റ്റ് ബുക്കിലേക്കൊക്കെ ഈ കണ്ടന്റ് വന്നതാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് തന്നെ നോട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മളൊന്ന് എന്തായാലും പഠിച്ചു വെച്ചേക്കുക. രക്തഗ്രൂപ്പായിട്ട് ബന്ധപ്പെട്ട് ഇതിന്റെ റിലേറ്റഡ് ആയിട്ട് മൾട്ടിപ്പിൾ അലീലിസം എന്താണ്. അതേപോലെ പോളിജീനിക് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന സമയത്ത് നമ്മളെ ത്വക്കിന്റെ നിറം അല്ലെ? ഇപ്പം നമ്മളെ എല്ലാവരെയും സ്കിന്നിന്റെ നിറം നോക്കുകയാണെങ്കിൽ ഒരേപോലെയല്ല, ചെറിയ ചെറിയ വ്യത്യാസത്തിലാണുള്ളത്. ലൈറ്റ് കളർ അല്ലെങ്കിൽ മീഡിയം സ്കിൻ ഉണ്ടാവും, ഡാർക്ക് സ്കിൻ ഉണ്ടാവും അല്ലെ? എന്ന് പറഞ്ഞാൽ മെലാനിൻ എന്ന് പറയുന്ന വർണ്ണവസ്തുവാണ്. മെലാനിൻ എന്ന വർണ്ണവസ്തുവാണ് ത്വക്കിന് നിറം നൽകുന്നത്. ഈ മെലാനിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ കാരണമായിട്ടുള്ള വിവിധ ജീനുകളാണ്. ഒന്നിലധികം ജീനുകളാണുള്ളത്. ഒന്നിലധികം ജീനുകൾ ഒരുമിച്ച് ചേരുമ്പോഴാണ് മെലാനിൻ എന്ന് പറയുന്ന എന്തിനുണ്ടാക്കുന്നത്? വർണ്ണക പ്രോട്ടീൻ ഉണ്ടാക്കുന്നത്. അപ്പൊ മെലാനിൻ കൂടുന്നതിനും കുറയുന്നതിനനുസരിച്ച് ഓരോരുത്തരുടെ സ്കിന്നിന്റെ കളറിന് വ്യത്യാസം വരും. ഒന്നിൽ കൂടുതൽ ജീനുകൾ ചേർന്നിട്ടാണ് മെലാനിന്റെ പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് ത്വക്കിന്റെ നിറം എന്നൊക്കെ പറയുമ്പോൾ, നിറഭേദം എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ പ്രതിഭാസം എന്താണെന്ന് ചോദിച്ചാൽ പോളിജീനിക് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞേക്കാം. ഓക്കെ, അതാണ് അതിന്റെ ആൻസർ കേട്ടോ. റെഡി? അപ്പോൾ ബ്ലഡുമായിട്ട് റിലേറ്റഡ് ആയ കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എന്ത് പറയാം? മൾട്ടിപ്പിൾ അലീലിസം എന്ന് പറഞ്ഞാൽ ബ്ലഡ് ഇതിനെ കൺട്രോൾ ചെയ്യുന്ന അലീലുകളെ നമ്മൾ IA എന്ന് പറയുന്ന, IA എന്നല്ല IA എന്ന് പറയുന്ന ഒരു അലീലുണ്ട്, IB എന്ന് പറയുന്ന ഒരു അലീലുണ്ട്, അതേപോലെ സ്മോൾ ലെറ്റർ I ഉള്ള ഒരു അലീലുണ്ട്. ഇങ്ങനെ 3 അലീലുകൾ ഉള്ളത് കൊണ്ടാണ് വിവിധ രക്തഗ്രൂപ്പുകൾ ഇങ്ങനെ ഉണ്ടാവുന്നത്. അങ്ങനെയാണ് നമ്മൾ പഠിച്ചെടുക്കുക. ഓക്കെ, അലീൽ എന്ന് പറഞ്ഞാൽ ഒരു ജീനിന്റെ വിവിധ രൂപങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അലീൽ എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിക്കുക കേട്ടോ. ഒരു ജീനിന്റെ വിവിധ രൂപങ്ങൾ, അതാണ് അലീലുകൾ. ജീനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്കാന്ന് മനസ്സിലാക്കുക. ഇതിൽ IA എന്ന് പറയുന്ന അലീല് 2 പ്രാവശ്യം വരുമ്പോഴാണ് A ഗ്രൂപ്പായിട്ട് മാറുന്നത്. ഓക്കെ, IB എന്ന് പറയുന്ന അലീല് ഓക്കെ 2 പ്രാവശ്യം വരുമ്പോൾ B ഗ്രൂപ്പായിട്ട് മാറും അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നോക്കിയേ, ഒന്ന് ജസ്റ്റ് ഇവിടെ എഴുതാം. IA എന്ന് പറയുന്ന അലീല് 2 പ്രാവശ്യം വന്നാൽ A ഗ്രൂപ്പായിട്ട് മാറും. ഇനി അതല്ല, ഈ കൂട്ടത്തിൽ IA എന്ന് പറയുന്ന അലീലിന്റെ കൂടെ സ്മോൾ ലെറ്റർ I ആണെങ്കിലും അയാൾ എന്ത് ഗ്രൂപ്പായിട്ടാണ് മാറുക? A ഗ്രൂപ്പായിട്ടാണ് മാറുക. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞ സാധനം? അതുപോലെ IB എന്ന് പറയുന്ന അലീല് 2 പ്രാവശ്യം വരുമ്പോഴും IBന്റെ കൂടെ സ്മോൾ ലെറ്റർ I വന്നു കഴിഞ്ഞാലും അതേത് ഗ്രൂപ്പായിരിക്കും? B ഗ്രൂപ്പായിരിക്കും. ഓക്കെ, B ഗ്രൂപ്പായിരിക്കും. ഇനി അതേപോലെ IA എന്ന് പറയുന്ന അലീലിന്റെ കൂടെ IB എന്ന് പറയുന്ന അലീൽ വരുമ്പം AB ഗ്രൂപ്പായിരിക്കും. AB ഗ്രൂപ്പ്. അതുപോലെ സ്മോൾ ലെറ്റർ I 2 പ്രാവശ്യം വരുമ്പോഴാണ് O ഗ്രൂപ്പായിട്ട് മാറുക. അപ്പൊ ഇങ്ങനെ നമുക്ക് ഓരോ ഗ്രൂപ്പിനെയും എഴുതണമെങ്കിൽ നമ്മൾ ജീൻ എന്താന്ന് മനസ്സിലാക്കണം, അതേപോലെ അലീലുകൾ എന്താക്കും മനസ്സിലാക്കണം. എന്തായാലും ഒന്നിൽ കൂടുതൽ അലീൽ ഉണ്ടെങ്കിലേ ഈ കാര്യം സാധ്യമാവുള്ളൂ അല്ലെ? അതുകൊണ്ട് തന്നെ രക്തഗ്രൂപ്പ് നിർണയം മൾട്ടിപ്പിൾ അലീലിസം എന്ന് പറയുന്ന വാക്ക് അവിടെ പഠിച്ചു വെച്ചേക്കും. ക്ലിയർ ആണോ? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. യെസ്. ഇനി അടുത്തത്, ഈ ഒരു വാക്കും
+2 ലെവൽ ടേം ആണെങ്കിലും ഇപ്പോൾ നമ്മളെ 10ാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് ബുക്കിലേക്കൊക്കെ ആ ഒരു ടേമിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ വായിക്കട്ടെ. കണ്ണിലും മുഖത്തുമുള്ള പേശികളുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നു. നമ്മളെ കണ്ണിലും മുഖത്തും ഒക്കെയുള്ള പേശികളുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നു. ശ്വാസോച്ഛ്വാസ നിരക്കിനെ നിയന്ത്രിക്കുന്നു. 2 ധർമ്മങ്ങളാണ് കൊടുത്തത്. താഴെ പറയുന്ന ഈ പ്രസ്താവനകൾ ഏത് ഭാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എന്തുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, മെഡുല്ല ഒബ്ലോങ്കേറ്റ എന്നൊക്കെ കാണുമ്പോൾ അറിയാം ഇത് നമ്മളെ ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് അല്ലേ. മിഡ് ബ്രെയിൻ ആണോ, മെഡുല്ല ഒബ്ലോങ്കേറ്റ ആണോ, പോൺസ് ആണോ, ഹൈപ്പോതലാമസ് ആണ്? ഇത് പുതിയ 10ാം ക്ലാസ്സിന്റെ ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് കേട്ടോ. 10th ന്യൂ SCERT ടെക്സ്റ്റ് ബുക്കിൽ ആണ്. പഴയ SCERT ആണെങ്കിലും ബ്രെയിനിനെ പഠിക്കാൻ നമ്മൾ SCERTയിലെ 10ാം ക്ലാസ്സിലെ ബുക്കായിരുന്നു നോക്കാറ്, അല്ലെങ്കിൽ +2 ലെവലിൽ പോകണം അല്ലെ. അപ്പൊ പുതിയ ടെക്സ്റ്റ് വന്നപ്പോൾ കുറച്ചും കൂടെ കൂടുതൽ ഭാഗങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ളൊരു കാര്യം എന്താ വരുന്നത്? കണ്ണിലും മുഖത്തുമുള്ള പേശികളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുക, ശ്വാസോച്ഛ്വാസ നിരക്കിനെ നിയന്ത്രിക്കുക. ഈ ഓപ്ഷനൊക്കെ വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മെഡുല്ല ഒബ്ലോങ്കേറ്റ ശ്വാസോച്ഛ്വാസ നിരക്കായിട്ട് ബന്ധമുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് എന്തായാലും കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് നല്ല വൃത്തിയായിട്ട് പഠിച്ചു വെച്ചാൽ മാത്രമേ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റൂ. പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ബ്രെയിനെ പഠിപ്പിക്കുന്ന ഭാഗമാണിത്. കണ്ടോ, ഇവിടെ നോക്കിയേ, ലാസ്റ്റിലേക്ക് കൊടുത്തേ നമ്മളെ മെഡുല്ല ഒബ്ലോങ്കേറ്റ എന്ന് പറയുന്ന ഭാഗം, ഈ ഭാഗം മെഡുല്ല ഒബ്ലോങ്കേറ്റ. അപ്പം മെഡുല്ല ഒബ്ലോങ്കേറ്റനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ നടുഭാഗം ഇതിനെ എന്ത് പറയുന്നുണ്ട്? ഇവിടെ പറയുന്ന നോക്കിയേ, ഇതിനെ പോൺസ് എന്നാണ് പറയാം. പോൺസ് പോൺസ് എന്നാണ് പറയാം. ഈ ഭാഗം ബ്രെയിനിന്റെ ഒരു നടുഭാഗം എന്നുള്ള അർത്ഥത്തിൽ മിഡ് ബ്രെയിൻ എന്ന് പറയുന്നു. അപ്പോൾ ഈ മിഡ് ബ്രെയിന്, പോൺസ്, മെഡുല്ല ഒബ്ലോങ്കേറ്റ എല്ലാവരും കൂടെ ചേരുമ്പോൾ ഇവിടെ ഒരു സ്റ്റെമ്മ് പോലെ അല്ലെ, ഒരു സ്റ്റെമ്മ് കാണ്ഡം പോലെ ഉണ്ട്, ഒരു തണ്ട് പോലെ. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ബ്രെയിൻ സ്റ്റെം എന്ന് പറയും. ഈ 3 ഭാഗങ്ങളെയും കൂടെ ചേർത്താണ് ബ്രെയിൻ സ്റ്റെം. അപ്പോൾ പഴയ ബുക്കിലൊക്കെ മെഡുല്ല ഒബ്ലോങ്കേറ്റ വരെ കൂടുതൽ പറഞ്ഞു നിർത്തുകയാണ്. പോൺസിനെയും മിഡ് ബ്രെയിനൊന്നും അധികം അങ്ങനെ പറയുന്നില്ല SCERTയിൽ. ഇപ്പോൾ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളെ പോയിന്റ് എന്താ? മെഡുല്ല ഒബ്ലോങ്കേറ്റന്റെ പഴയ പോയിന്റ് തന്നെയല്ലേ സെയിം. നോക്കിയേ, ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം നിയന്ത്രിക്കുക. അതിലൊന്നും ഒരു മാറ്റമില്ല കേട്ടോ. നമ്മൾ പഠിച്ച ഒന്നും ഒരു മാറ്റമില്ല, പുതിയത് ചേർത്ത് പഠിക്കാന്നേ ഉള്ളൂ. അതേപോലെ ഇവരാണ് അനൈശ്ചിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുക അല്ലെ, എന്ന് വെച്ചാൽ നമ്മളെ നിയന്ത്രണത്തിലല്ലാത്ത പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുക. അപ്പൊ ശരിയാണ്. ഛർദി എന്ന് പറഞ്ഞാൽ ഛർദിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അല്ലെ? ചുമ വന്നു കഴിഞ്ഞാലൊക്കെ പറ്റുമോ? കുറച്ച് നേരമൊക്കെ അല്ലേ പിടിച്ചു നിൽക്കാൻ പറ്റൂ. തുമ്മൽ, ചുമ, ഛർദി, ഇപ്പൊ ഇങ്ങനെയുള്ള അനൈശ്ചിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുക. അതേപോലെ ഹൃദയസ്പന്ദനം എന്ന് പറഞ്ഞാലും ശ്വാസോച്ഛ്വാസം എന്ന് പറഞ്ഞാലും എല്ലാം അനൈശ്ചിക പ്രവർത്തനമാണ്. അതിനൊക്കെ നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട ഭാഗമാണ് ഇത്. യെസ്. പോൺസ് എന്താ? കണ്ണിലും മുഖത്തുമുള്ള പേശികളുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നു. ഇങ്ങനെയല്ലേ ഇപ്പൊ നമ്മൾ കേട്ടത് അല്ലെ? ഇതല്ലേ കേട്ടത്? ശ്വാസോച്ഛ്വാസ നിരക്കിനെ നിയന്ത്രിക്കുന്നു. പോൺസ് എന്ന് പറയുന്ന വാക്ക് കേട്ടപ്പോൾ എത്രയോ നിങ്ങൾ കേട്ട എല്ലാ ആൾക്കാരും നമ്മൾ പോൺസിന്റെ പൗഡർ ആലോചിച്ചിട്ടുണ്ടാവും. പോൺസ് പൗഡർ ഇല്ലേ, നമുക്ക് പോൺസിന്റെ പൗഡർ ഇല്ലേ. അപ്പൊ ഇവിടെ സ്പെല്ലിംഗ് വരുമ്പോൾ PONS വരൂ, പക്ഷെ പൗഡറിലെ സ്പെല്ലിംഗ് വ്യത്യാസമുണ്ട്. പോൺസ് എന്ന് കേൾക്കുമ്പോൾ പൗഡർ ആലോചിച്ചാൽ മതി, അപ്പൊ കിട്ടും. നമ്മൾ എവിടെയൊക്കെ പൗഡർ ഇടുക? കണ്ണിലും മുഖത്തൊക്കെ ഇടുക. ചിലർ കണ്ണിലും മുഖത്തൊക്കെ വാരി വിതറും അല്ലെ. അപ്പൊ എന്തായാലും ഇതാ കണ്ണിലും മുഖത്തും എവിടെയാ? മുഖത്തൊക്കെയുള്ള പേശീനെ മുകളിലാടുക നമ്മൾ. യെസ്. അപ്പൊ പേശികളുടെ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുന്നു. പൗഡർ അധികം വാരി ഇടുന്ന സമയത്ത് മൂക്കിലൊക്കെ പോയാൽ ശ്വാസോച്ഛ്വാസത്തിനെ തടസ്സപ്പെടുത്തും അല്ലെ. അപ്പൊ ശ്വാസോച്ഛ്വാസ നിരക്കിനെ നിയന്ത്രിക്കുന്നു എന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ മെഡുല്ല ഒബ്ലോങ്കേറ്റ എന്ത് ചെയ്യുന്നുണ്ട്? നിയന്ത്രിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അതിന്റെ നിരക്കിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഒരു ഭാഗമാണ് പോൺസ്. കാരണം ഇവരെല്ലാ ആൾക്കാരും തൊട്ടടുത്തടുത്ത് നിൽക്കുന്നവരാണ്. പഠിക്കാൻ വേണ്ടി നമ്മൾ ഓരോ ഭാഗങ്ങളാക്കി എന്ന് മാറ്റും. മിഡ് ബ്രെയിൻ എന്താ? മിഡ് ബ്രെയിൻ എന്ന് പറഞ്ഞാൽ അതിന് മുകളിലുള്ള മിഡ് ബ്രെയിൻ്റെ ഫംഗ്ഷൻ എന്താ? കാഴ്ച, കേൾവി എന്നിവയുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങളെ പ്രാഥമികമായി വിലയിരുത്തുക. അപ്പൊ കൺഫ്യൂഷൻ ആവരുത്. കാഴ്ച, കേൾവി ഇതിൻ്റെയൊക്കെ അല്ലെ നമ്മുടെ എല്ലാത്തിൻ്റെയും കേന്ദ്രമായിട്ട് നമ്മൾ ആരെ കണക്കാക്കി? ഇന്ദ്രിയ അനുഭവങ്ങളെയൊക്കെ ലഭ്യമാക്കുന്ന കേന്ദ്രമായിട്ട് സെറിബ്രം തന്നെയാണ്. പക്ഷേ ഈ സാധനങ്ങളൊക്കെ ഒന്ന് പ്രാഥമികമായി ഇതിൽ കൂടെ കയറി പോകുമ്പോൾ ഇവരൊന്ന് ആദ്യം ചെക്ക് ചെയ്യുന്നു എന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. പ്രാഥമികമായി വിലയിരുത്തുക. അതുപോലെ കണ്ണിൻ്റെയും പുരികത്തിൻ്റെയും ഒക്കെ ചലനത്തിലും ആർക്ക് പങ്കുണ്ട്? ഇവർക്ക് പങ്കുണ്ട്. അപ്പൊ ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. അപ്പൊ ആൻസർ എനിക്ക് കൊടുക്കാലോ? ആൻസർ വിചാരിച്ച ആൾക്കാരുണ്ടോ? ഇല്ലാത്തവർ ശ്രദ്ധിക്കുക, ടെക്സ്റ്റ് ബുക്ക് വെച്ച് പഠിക്കണം. 10ാം ക്ലാസ്സിന്റെ ടെക്സ്റ്റ് ബുക്കാണ്. നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ സമയക്കുറവിൽ നമ്മൾ ഒതുക്കി പറയുന്നു എന്നുള്ളൂ കേട്ടോ. കാര്യം ഏത് ഡയഗ്രാം എന്നൊക്കെ പരിചയപ്പെടുത്താണ്, നിങ്ങൾ വായിക്കണം. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താ? പോൺസ് എന്ന് പറയുന്നതാണ് ആൻസർ. യെസ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. രക്തം കട്ടപിടിക്കുന്നത് തടയുന്ന ഹെപ്പാരിനെയും വീക്കത്തിന് കാരണമാകുന്ന ഹിസ്റ്റമിനെയും ഉൽപ്പാദിപ്പിക്കുന്ന ശ്വേതരക്താണു ഏത്? ശ്വേതരക്താണു ആണ് WBC എന്ന് നമ്മൾ പറയുന്നത് അല്ലെ, വൈറ്റ് ബ്ലഡ് സെൽ ശ്വേതരക്താണു. ഇവരുടെ ഏറ്റവും പ്രധാന പരിപാടി രോഗപ്രതിരോധമാണ്. രോഗാണുക്കളുമായിട്ട് പ്രതികരിക്കുക എന്നുള്ളതാണ് അവരെ മെയിൻ ആയിട്ടുള്ള സംഭവം അല്ലെ. റെഡി? യെസ്. അപ്പോൾ ഈ ശ്വേതരക്താണുക്കൾ 5 തരമുണ്ട് എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. 5 തരം അല്ലെ. ന്യൂട്രോഫിൽ, ഇവിടെ തന്നെ 4 ആളെ പേരുണ്ട്. ന്യൂട്രോഫിൽ ഉണ്ട്. ഇവിടെ ഇപ്പോൾ എഴുതാത്തൊരു പേര് എന്ന് പറയുന്ന ആരാ? ഈസ്നോഫിൽ എന്ന് പറയുന്ന ഒരു സംഭവം കൂടി ഉണ്ട് അല്ലെ. ഈസ്നോഫിൽ ഉണ്ട്, ന്യൂട്രോഫിൽ ഉണ്ട്,
ബേസോഫിൽ ഉണ്ട്, മോണോസൈറ്റ് ഉണ്ട്, ലിംഫോസൈറ്റ് ഉണ്ട്. അങ്ങനെ 5 തരമാണ്. ഈ കൂട്ടത്തിൽ ആരാണ് ഈ പണി ചെയ്യുന്നത്? എല്ലാ ആൾക്കാരും രോഗപ്രതിരോധമായിട്ട് ബന്ധപ്പെട്ടവരാണ്. പഴയ ബുക്കിലും പുതിയ ബുക്കിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി പഠിക്കുന്നവർ പുതിയ ടെക്സ്റ്റ് ബുക്ക് പഠിക്കുക. അതിൽ കുറച്ചും കൂടെ വ്യക്തമായിട്ട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പഴയ ബുക്ക് എന്ന് പറയുമ്പം SCERT NCERT തമ്മിൽ കുറച്ച് കൺഫ്യൂഷനൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. പുതിയ ബുക്ക് വന്നപ്പോൾ എല്ലാം പരിഹരിച്ചുകൊണ്ട് നല്ല പോയിന്റൊക്കെ ആഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പഠിക്കുക. അവിടെ ആരാ ചെയ്യുന്നതെന്ന് അറിയോ? ഹെപ്പാരിനെ നിർമ്മിക്കുക, ഹിസ്റ്റമിനെ നിർമ്മിക്കുക, അങ്ങനെ കുറേ നിർമ്മിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇപ്പം സിനിമയൊക്കെ കുറേ നിർമ്മിക്കുന്ന നമ്മളെ ബേസിൽ ജോസഫിക്കിനെ ആലോചിക്കേണ്ടി വരും അല്ലേ? അങ്ങനെ നമുക്ക് പറയാം ആൻസർ ബേസോഫിൽ എന്ന് പറയുന്നതാണ് ആൻസർ. ഓക്കെ, ആരാണ്? ബേസോഫിലാണ് കേട്ടോ. കാണാം നമുക്ക് എവിടെയാണ് ടെക്സ്റ്റിൽ കൊടുത്തത് എന്നുള്ള കാര്യങ്ങൾ. ഇതൊക്കെ 10th പുതിയ ടെക്സ്റ്റാണ്. കുറേ കാര്യങ്ങളൊക്കെ കൊടുത്തത്. ന്യൂട്രോഫിലിനെ പറ്റി കൊടുത്തിട്ടുണ്ട്. ബാക്ടീരിയനൊക്കെ വിഴുങ്ങി നശിപ്പിക്കുക അല്ലേ എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? വിഴുങ്ങി നശിപ്പിക്കുന്നവരെയാണ് നമ്മൾ എന്ത് പറയാം? ഫാഗോസൈറ്റ് ആണ് എന്ന് പറയാം. ആരെയാണെങ്കിലും വിഴുങ്ങി നശിപ്പിക്കുമ്പോഴാണ് ഫാഗോസൈറ്റ്. അല്ലെങ്കിൽ രോഗാണുക്കളെ എതിരായിട്ട് രാസവസ്തുവിനെ ഉണ്ടാക്കിയിട്ട് അതിനെ നശിപ്പിക്കാം. ഈസിനോഫിൽ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? അലർജി ഉണ്ടാകുമ്പോൾ പുറത്തുവിടുന്ന രാസവസ്തുക്കളെ നിർവീര്യമാക്കുന്നു, പരാതങ്ങളെ നശിപ്പിക്കുന്നു. ഓക്കെ, എന്ന് വെച്ചാൽ അലർജി പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാവാൻ കുറയ്ക്കുക എന്നുള്ള കാര്യമാണ് ചെയ്യുക. മോണോസൈറ്റ് അല്ലേ? ന്യൂട്രോഫിൽ എന്ന് പറയുമ്പോൾ ന്യൂട്രീഷൻ ആലോചിച്ച് വായ വിഴുങ്ങുക അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മൾ പഠിച്ചു വെക്കുക. ഫാഗോസൈറ്റ് അതേപോലെ അന്യവസ്തുവിനെയും ബാക്ടീരിയനെയും മൃതകോശങ്ങളൊക്കെ കണ്ടാൽ വിഴുങ്ങുന്ന വേറൊരാളും കൂടെ ഉണ്ട്. ആരാണ്? മോണോസൈറ്റ് ആണ്. അപ്പം മോണോസൈറ്റും ഫാഗോസൈറ്റിന് തന്നെ എക്സാമ്പിളാണ്. ഓക്കെ, ഇവരും ഫാഗോസൈറ്റിന്റെ എക്സാമ്പിളാണ്. അതുപോലെ മറ്റുള്ള പ്രതിരോധ കോശങ്ങളെ ഇവർ ഉത്തേജിപ്പിക്കും. അപ്പം വിഴുങ്ങി നശിപ്പിക്കുന്ന ഫാഗോസൈറ്റുകൾക്ക് ഉദാഹരണം എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ആരൊക്കെയാണ്? മോണ എന്ന് പറയുമ്പോൾ വായ ആലോചിച്ചാൽ മതി. നമ്മളെ വായക്കകത്തല്ലേ പല്ല് നിൽക്കുന്ന സ്ഥലമല്ലേ മോണ. അപ്പം മോണ, വായയുമായി ബന്ധമുള്ള മോണ. ന്യൂട്രോ പറയുമ്പോൾ ന്യൂട്രീഷൻ, പോഷണം ആലോചിച്ചാൽ ന്യൂട്രോഫിലും കിട്ടും. അപ്പോൾ ഇവർ രണ്ടാളെയാണ് ഫാഗോസൈറ്റുകൾ വിഴുങ്ങി നശിപ്പിക്കുന്നതുകൊണ്ട് പറയുന്നത്. ഓക്കെ, ബാക്കിയുള്ള നോക്കി ഇതാ നമ്മളെ പോയിന്റ് ഇതാ കിടക്കുന്നു. രക്തം കട്ടപിടിക്കുന്നത് തടയുന്ന ഹെപ്പാരിൻ. ഓക്കെ, ഹെപ്പാരിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? രക്തം കട്ടപിടിക്കാൻ അല്ലേ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കേൾക്കുന്നതാണ് ആന്റി കൊയാഗുലന്റ് ആണ്. ഹെപ്പാരിൻ എന്ന് പറഞ്ഞാൽ ഒരു ആന്റി കൊയാഗുലന്റ് എന്നാണ് നമ്മൾ പറയുക. ആന്റി കൊയാഗുലന്റ്, രക്തം കട്ട പിടിക്കുന്നത് തടയുന്നവരെയാണ് ആന്റി കൊയാഗുലന്റ് എന്ന് പറയുക. അതേപോലെ അലർജി ഉണ്ടാകുന്ന സമയത്ത് വീക്കത്തിന് കാരണമായ ഹിസ്റ്റമിനെയും ഉൽപ്പാദിപ്പിക്കുന്നത് ബേസോഫിൽ ആണ്. യെസ്, രണ്ടും ഓർത്ത് വെക്കുക. അതേപോലെ ലിംഫോസൈറ്റിനെ പറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലിംഫോസൈറ്റിനെ പിന്നെയും നമ്മൾ 2 തരം ലിംഫോസൈറ്റ് ആക്കി തരംതിരിച്ചാണ് പഠിക്കുക. അതാണ് ബിയും ടിയും. ഓക്കെ, ബി എന്ന് പറയുമ്പോൾ രണ്ടുപേരും അസ്ഥിമജ്ജയിൽ ഉണ്ടാകുന്നു. ബോൺ മാരോ അല്ലെ, ബോൺ മാരോ അസ്ഥിമജ്ജ അവിടെ ഉണ്ടായിട്ട് അവിടെ തന്നെ വളർന്ന് പാകപ്പെടുന്നവരെയാണ് ബി എന്ന് പറയുക. അപ്പൊ ബോൺ മാരോന്റെ ബി കിട്ടിയതാണ് ബി ലിംഫോസൈറ്റ്. അസ്ഥിമജ്ജയിൽ രൂപപ്പെട്ടിട്ട് പാകപ്പെടാൻ വേണ്ടിയിട്ട് തൈമസ് ഗ്രന്ഥിയിലേക്ക് പോകുന്ന ലിംഫോസൈറ്റുകളുണ്ട്. അവരെയാണ് നമ്മൾ ടി എന്ന് പറയുന്നത്. അപ്പൊ തൈമസിന്റെ ടി ആണ് ഇവർക്ക് കിട്ടിയത്. ബോൺ മാരോയിൽ ജനിച്ച് വളരുന്നതുകൊണ്ടാണ് ബോൺ മാരോന്റെ ബി ഇട്ട് ബി ലിംഫോസൈറ്റിനെ പറയുന്നത്. ഇവരും രോഗാണുക്കളെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് നശിപ്പിക്കാൻ കഴിവുള്ളവരാണ്. അതേപോലെ ഇവിടെ ചോദിക്കുന്ന പ്രധാന ക്വസ്റ്റ്യൻ ആണ് ആന്റിബോഡികളെ നിർമ്മിക്കുന്നത് ലിംഫോസൈറ്റ് ആണ് എന്ന് നോട്ട് ചെയ്ത് വെക്കുക. ലിംഫോസൈറ്റിൽ ആരെന്ന് ചോദിച്ചാൽ ബി ലിംഫോസൈറ്റ് ആണ്. ഓക്കെ, ആന്റിബോഡി, ബോഡി ഫോർ ബി ആലോചിച്ചാൽ മതി. ബി ലിംഫോസൈറ്റ് ആണ് ആന്റിബോഡീനെ നിർമ്മിക്കുന്നത്. ടീന്റെ ഫംഗ്ഷൻ എന്താ? ക്യാൻസർ കോശങ്ങളെ തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുക അല്ലെ, അതേപോലെ വൈറസ് ബാധിച്ച കോശങ്ങളെ നശിപ്പിക്കുക. ഇങ്ങനെയൊക്കെ പറയുമ്പോഴാണ് നമ്മൾ ടി ലിംഫോസൈറ്റ്. ആന്റിബോഡി ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്. ബി ലിംഫോസൈറ്റ് ആണ് ആൻസർ. ഓക്കെ, റെഡി അല്ലേ? ക്ലിയർ. അപ്പോൾ നമ്മൾ ആൻസർ ഓൾറെഡി മാർക്ക് ചെയ്തു കഴിഞ്ഞു. ഇവിടുത്തെ ആൻസർ എന്താണ്? ബേസോഫിൽ എന്ന് പറയുന്നതാണ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോലെ, കണ്ണിലെ ലെൻസിന്റെ മുഖ്യ നിർമ്മാണ ഘടകം ഏത്? നമ്മളെ കണ്ണിലെ ലെൻസിനെ പറ്റിയൊക്കെ നമ്മൾ എപ്പോഴും ക്വസ്റ്റ്യൻ ഒക്കെ കാണുന്നതാണ്. നമ്മളെ കണ്ണിൽ അടങ്ങിയിരിക്കുന്നത് ഏത് ലെൻസാണ്? കോൺവെക്സ് ലെൻസാന്നൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലെ. ബൈകോൺവെക്സ് ലെൻസ് അല്ലെങ്കിൽ കോൺവെക്സ് ലെൻസ് ആണ് നമ്മൾ ഓരോരുത്തരെയും കണ്ണിലുള്ളത്. നമ്മൾ വാങ്ങിയിടുന്ന കോണ്ടാക്ട് ലെൻസുകളും ബ്യൂട്ടി ലെൻസുകളും ഒന്നും അല്ല. നമ്മൾ ജന്മനാ നമ്മളെ കണ്ണിലുള്ള ലെൻസ് ഏതാ? കോൺവെക്സ് ആകൃതിയിലുള്ള കോൺവെക്സ് ലെൻസ് ആണ് അല്ലെ. ലെൻസിനെ സ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്താൻ സീലിയറി പേശികളും ലിഗമെന്റും ഒക്കെ ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ടാവും. ആ ലെൻസ് നിർമ്മിച്ച മുഖ്യ നിർമ്മാണ ഘടകം പുതിയ ബുക്കിലേക്ക്, പണ്ടൊക്കെ നമ്മൾ ഇത് മാത്രം പഠിക്കാനുള്ളായിരുന്നു. ഇപ്പൊ അതിന്റെ ഘടകത്തിന്റെ പേരൊക്കെ വന്നിരിക്കുക. എന്താണ്? മെലാനിൻ. മെലാനിൻ ആയിരിക്കുമോ ത്വക്കിന് നിറം നൽകുക, കണ്ണിനുള്ളിലെ ഐറിസിന് നിറം നൽകുക. ഇതൊക്കെയാണ് മെലാനിനുമായിട്ട് ബന്ധപ്പെട്ടത്. കണ്ണിന്റെ ഉള്ളിലുള്ള കളറുള്ള ഭാഗമാണ് ഐറിസ് അല്ലെ. ഐശ്വര്യ റായിക്ക് നല്ല നീല ഭംഗിയുള്ള കളറിൽ കാണുന്നില്ലേ. അപ്പോൾ ആ ഐറിസ്, അതിന്റെ നിറത്തിന് കാരണം ഓരോരുത്തരെയും ത്വക്കിന്റെ സ്കിന്നിന്റെ കളറിന് കാരണമൊക്കെ മെലാനിനാണ്. അപ്പോൾ കണ്ണായിട്ട് എന്തോ ബന്ധമുണ്ടെങ്കിലും അതായിരിക്കൂല അല്ലെ. ബയോട്ടിൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താ? വിറ്റമിൻ B7 നമ്മൾ ബയോട്ടിൻ എന്നൊക്കെ വിളിക്കുന്നത്.
റോഡോപ്സിൻ എന്ന് പറഞ്ഞാലും കണ്ണുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റ് ആണ്. പക്ഷേ റോഡ് കോശം എന്ന് പറയുന്ന പ്രകാശഗ്രാഹി കോശത്തിലെ വർണ്ണവസ്തുവാണ് ഏത്, നമ്മളെ റോഡോപ്സിൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആൻസർ എന്തായാലും ഇതൊന്നും അല്ലാന്ന് ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും. ഇതൊന്നും അല്ല, നമ്മൾ ഇന്നേ വരെ കേൾക്കാത്ത വാക്കാണെങ്കിൽ അതാണ് ക്രിസ്റ്റലിൻ. അല്ലെങ്കിലും ഈ ലെൻസിൻ്റെ ഒക്കെ ബ്രാൻഡ്, കണ്ണട അങ്ങനെയുള്ളതിനൊക്കെ നമ്മൾ ക്രിസ്റ്റലിൻ, ക്രിസ്റ്റൽ ഇങ്ങനെയുള്ള വാക്കൊക്കെ യൂസ് ചെയ്യും അല്ലേ. അപ്പോൾ അങ്ങനെ ആലോചിച്ചാൽ പോലെ ഒരു ക്രിസ്റ്റൽ പോലെയല്ലേ ഉള്ളത്, അങ്ങനെ ആലോചിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അതാണെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ കൊടുത്ത കണ്ടന്റ് തന്നെയാണ്, അതേപടി പഠിച്ചു വെച്ചേക്കുക. എവിടെയാണ് കൊടുത്ത് നോക്കാം. പുതിയ ബുക്കിലേക്ക് വരുമ്പം ലെൻസിന്റെ ഘടനയൊക്കെ പറയുന്നുണ്ട്. നമ്മളെ കണ്ണിലെ ലെൻസാണ് ഈ കാണിച്ചിരിക്കുന്നത്, കണ്ടില്ലേ, കണ്ണിലെ ലെൻസ്. ഈ ലെൻസിനെ സ്ഥാനത്ത് ഉറപ്പിച്ച് നിർത്താൻ ഇവിടെ എന്തുണ്ട്, ലിഗമെന്റുകൾ ഉണ്ട്. കണ്ടില്ലേ, ഈ ലിഗമെന്റിന്റെ പിന്നിൽ ആരാള്, സീലിയറി പേശി. അപ്പൊ ലെൻസിന്റെ വക്രത ക്രമീകരിക്കാൻ സഹായിക്കുന്ന പേശിയാണ്. ലെൻസിന്റെ എന്തിനു വേണ്ടിയിട്ടാണ്, വക്രത ക്രമീകരിക്കുക എന്ന് പറയുന്ന പണിയാണ് ഈ സീലിയറി പേശി ചെയ്യുന്നത്. അതെന്താ ഈ വക്രത, നമ്മൾ അടുത്ത് അതേപോലെ ദൂരെയുള്ള വസ്തുവിനെ കാണുന്ന സമയത്ത് നമ്മളെ ലെൻസിന് ഇങ്ങനെ സ്വന്തമായിട്ട് ആ വക്രത ക്രമീകരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. ആ കഴിവ് കൊടുക്കുന്നത്, അതിനെ സഹായിക്കുന്നതാണ് നമ്മളെ സീലിയറി പേശി എന്ന് പറയുന്ന പേശി. ഓക്കെ, അതിന്റെ മുകളിൽ നിന്നുള്ള നാരുകൾ പോലത്തെ ഭാഗങ്ങളാണ് ഏത്, ലിഗമെന്റ്, സ്നായുക്കൾ എന്നും പറയാം, ലിഗമെന്റ് എന്നും പറയാം. അപ്പോൾ അസ്ഥിയായിട്ട് ചോരുന്ന ഈ പറഞ്ഞ ചരട് പോലത്തെ ഭാഗത്തിന് നമ്മൾ ലിഗമെന്റ് എന്ന് പറയില്ലേ. അപ്പൊ ലിഗമെന്റ് എന്ന് പറയുന്ന ഒരു വാക്കൊരു കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ്. ഈ ചരട് പോലുള്ള ടിഷ്യൂസ് ആണെങ്കിൽ, യോജക കലകളാണ് നമ്മൾ ലിഗമെന്റ് എന്നാണ് പറയാം. അസ്ഥി ലിഗമെന്റ് അല്ലേ, യെസ്, അവിടെ ലിഗമെന്റ് അല്ലേ, സ്നായുക്കൾ എന്നാണ് പറയാ. ഇവിടെയും അതാണ് പറയുക. ലെൻസിനെ സ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്തുന്ന ചരട് പോലത്തെ ഭാഗം ലിഗമെന്റ് ആരുമായിട്ടാ ജോയിൻ ചെയ്ത് കിടക്കുന്നേ, ലെൻസുമായിട്ട് ചേർന്ന പേശീന്റെ പേര് വെച്ചാൽ സീലിയറി പേശി. ഈ പേശിയാണ് ലെൻസിന്റെ വക്രത ക്രമീകരിക്കാൻ സഹായിക്കുകയും ദൂരെയുള്ളതും അടുത്തുള്ള വസ്തുക്കളെ നമുക്ക് ഇവിടെ തന്നെ നിന്നിട്ട് ദൂരെയുള്ളതിനെയും കാണാം, അടുത്തുള്ളതിനെയും കാണാം. നമ്മളൊന്നും ചെയ്യേണ്ട, നമ്മളെ ലെൻസ് ഇങ്ങനെ സെൽഫ് അഡ്ജസ്റ്റ് ആവും അല്ലെ. അതിനുള്ള കഴിവ് കൊടുക്കുന്നതാണ് സീലിയറി പേശി. ഓക്കെ, അപ്പൊ ഇവിടെ എന്തൊക്കെയാ വേറെ കൊടുത്തേ നോക്കിയാൽ, ലെൻസിന്റെ ഭാഗങ്ങളൊക്കെയാണ് കൊടുത്തത്. ലെൻസിനെ പിന്നെ ഭാഗങ്ങളായി തരംതിരിച്ചൊക്കെ പഠിക്കാൻ. നമ്മളെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇത് അവിടെ കിടക്കുന്നു. ലെൻസിന്റെ മുഖ്യ നിർമ്മാണ ഘടകം, ഓക്കെ, ലെൻസിന്റെ മുഖ്യ നിർമ്മാണ ഘടകം ക്രിസ്റ്റലിൻ ആണ്. ക്രിസ്റ്റലിൻ എന്ന് പറഞ്ഞാൽ എന്താ സാധനം, അതൊരു പ്രോട്ടീൻ ആണ്. ഓക്കെ, ക്രിസ്റ്റലിൻ എന്ന പ്രോട്ടീൻ ആണ്. ഇനി എന്താ മോള് കൊടുത്തേ, ലെൻസിന് പ്രധാനമായി 3 ഭാഗങ്ങളുണ്ട്. ഏതൊക്കെയാ 3 ഭാഗം, ഏറ്റവും പുറമെ കൂടെ ഇലാസ്തികതയുള്ള ഒരു കവറിംഗ് ഉണ്ട്, ഒരു ഉറ. അതിന്റെ പേരാണ് ഏത്, ക്യാപ്സ്യൂൾ എന്നാണ് പറയുക. എന്താണ് ക്യാപ്സ്യൂൾ എന്ന ഉറ, ഏറ്റവും പുറമെ കൂടെ ഉള്ള ക്യാപ്സ്യൂൾ. പിന്നെ എനിക്ക് ചിത്രം കണ്ടാൽ അറിയാം, ഇവിടെ ഇങ്ങനെ കുറേ, ഒരു സെക്കൻഡ്, ഇതാ കുറേ നാര് പോലുള്ള ഭാഗങ്ങളുണ്ട് അല്ലെ. ഇങ്ങനെ കുറേ നാര് പോലത്തെ ഭാഗങ്ങളില്ലേ, ഇതിനെ നമ്മൾ പറയാം ലെൻസ് നാരുകൾ എന്ന് തന്നെയാണ് പറയാം, ലെൻസ് നാരുകൾ. ഈ ലെൻസ് നാരുകൾക്കിടയിലായിട്ട്, ഈ ഒറൈൻ്റെയും ലെൻസ് നാരിൻ്റെയൊക്കെ ഇടയിലായിട്ട് മുൻവശത്ത് മാത്രം കാണപ്പെടുന്ന ഈ ഭാഗങ്ങളൊക്കെ കണ്ടില്ലേ, ഇതിനെ നമ്മൾ പറയുന്ന പേര്, നോക്കിയേ ഈ ഭാഗം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേ. അപ്പോൾ ക്യാപ്സ്യൂൾ എന്ന ഉറയുണ്ട്, ലെൻസ് നാരുണ്ട്, ലെൻസ് നാരിനും ക്യാപ്സ്യൂളിനും ഇടയിലായിട്ട് മുൻഭാഗത്ത് മാത്രം കാണപ്പെടുന്ന എപ്പിത്തീലിയം എന്ന് പറയുന്നവയുണ്ട്, എപ്പിത്തീലിയം എന്ന് പറയുന്ന കോശങ്ങളുണ്ട്. ഓക്കെ, എന്തിനാണ് ഈ എപ്പിത്തീലിയം എന്ന് വെച്ചാൽ, ഈ എപ്പോഴും ലെൻസ് ഇങ്ങനെ വലുതാവോ ചെറുതാവോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ലെൻസ് നാരുകളൊക്കെ ഇങ്ങനെ ഡാമേജ് ആവും. അതിനനുസരിച്ച് അതിങ്ങനെ റിപ്പയർ ചെയ്ത് നിർമ്മിച്ചുകൊണ്ടേയിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളെ ഈ നാരുകൾ, എപ്പിത്തീലിയം. ലെൻസ് നാരുകളെ ആജീവനാന്തം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് എപ്പിത്തീലിയം ആണ്. ഓക്കെ, അങ്ങനെ 3 ഭാഗം. പിന്നെ ലെൻസ് നിർമ്മിച്ച ഘടകം ചോദിച്ചാൽ ഈ 3 ഭാഗവും അല്ലാതെ ആ ഘടകത്തിന്റെ, ആ വസ്തുവിന്റെ പേരെന്ത്. ഇപ്പൊ നമ്മളൊരു ഗ്ലാസ് അല്ലെങ്കിൽ ഒരു പാത്രം, ആ പാത്രം എന്തുകൊണ്ടാണ്, ഒന്നുകിൽ ഗ്ലാസ് കൊണ്ടുള്ള പാത്രമായിരിക്കാം, പ്ലാസ്റ്റിക് ആയിരിക്കാം, സ്റ്റീൽ ആയിരിക്കാം പറയില്ലേ. അതേപോലെ ലെൻസ് നിർമ്മിച്ച ഘടകം എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ക്രിസ്റ്റലിൻ. ലെൻസിന്റെ ഭാഗങ്ങൾ പറയുമ്പോഴാണ് പുറമെ ക്യാപ്സ്യൂള്, ലെൻസിന്റെ നാരുകൾ, പിന്നെ എപ്പിത്തീലിയം എന്ന് പറയുന്ന ഭാഗമായിട്ട് പറയേണ്ടത്. എപ്പിത്തീലിയത്തിന്റെ ധർമ്മം ഈ നാരിങ്ങനെ നശിക്കുന്നതിനനുസരിച്ച് അതിനെ നിർമ്മിച്ചുകൊണ്ടേയിരിക്കണം, റിപ്പയർ ചെയ്യണം. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. ക്ലിയർ അല്ലേ? ഓക്കെ, അതും പുതിയ ടെക്സ്റ്റ് ബുക്കിലുള്ള ഫാക്റ്റ് ആണ്, പഠിച്ചു വെച്ചേക്കുക. അടുത്തൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ, ശരീരത്തിൽ ഏകദേശം എത്ര ലിറ്റർ രക്തമാണ് കാണപ്പെടുന്നത്? നമ്മളെ ശരീരത്തിൽ ഏകദേശം എത്ര ലിറ്റർ രക്തം കാണപ്പെടുന്നു? എത്ര ലിറ്ററാണ്? ചിലപ്പോൾ 5 മുതൽ 6 വരെ ലിറ്റർ അങ്ങനെയൊക്കെ നമ്മൾ വായിക്കാറുണ്ട് അല്ലേ. 5.5 ലിറ്റർ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും ഏകദേശം കണക്ക് വെച്ചിട്ടേ പറയാൻ പറ്റും. എല്ലാവരുടെ ശരീരത്തിൽ ഒരേപോലെയല്ല. എന്തായാലും ഒരു 5 to 6 ലിറ്റർ, 5.5 ലിറ്റർ ഇങ്ങനെയൊക്കെ കേൾക്കും. അപ്പോൾ പുതിയ നമ്മളെ ബുക്കൊക്കെ വരുമ്പോൾ SCERT-യിലൊക്കെ ഒരു സ്ഥലത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ഈ കൂട്ടത്തിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആൻസർ ഏതാ? 5 ലിറ്റർ. ഓക്കെ, ഏതാണ്? 5 ലിറ്റർ രക്തമാണ് ഉള്ളത്. ഓക്കെ, റെഡി, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സിമ്പിൾ ക്വസ്റ്റൻ ആണ് അല്ലേ. ഇനി അടുത്തൊരു സംഭവത്തിലേക്ക് പോവാം. ശരീരത്തിൽ ആവശ്യത്തിന് ഊർജം സംഭരിച്ചിട്ടുണ്ടെന്ന് ഹൈപ്പോതലാമസിന് സൂചന നൽകി വിശപ്പ് കുറയ്ക്കുന്ന ഹോർമോൺ. വിശപ്പിന്റെ ഹോർമോൺ ഏതാ എന്ന് ചോദിച്ചാൽ ഗ്രലിൻ. ഓർമ്മയില്ലേ? വിശപ്പിന്റെ ഹോർമോൺ, നമുക്ക് വിശക്കുന്നുണ്ട് അല്ലേ എന്നുള്ള നിർദ്ദേശം ഹൈപ്പോതലാമസിന് കൊടുക്കുക. ബ്രെയിനിനോടാണ് എല്ലാവരും പോയി പരാതി പറയുക. ബ്രെയിനിൻ്റെ ഓരോ ഭാഗങ്ങളുണ്ടാവും. അപ്പം ദാഹമാണെങ്കിലും
അതേപോലെ വിശപ്പാണെങ്കിലും അല്ലെ, വികാരങ്ങൾ, ലൈംഗികാസക്തി പോലെയുള്ള വികാരങ്ങളാണെങ്കിലും, ശരീരോഷ്മാവിന്റെ കാര്യമാണെങ്കിലും അതെല്ലാം നിയന്ത്രിക്കുന്നത് ആരാ? ഹൈപ്പോതലാമസ് എന്ന് പറയുന്ന ഭാഗമാണ്. അപ്പൊ അയാളോട് പോയി പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അപ്പൊ ഇവിടെ വിശപ്പെന്ന് പറയുന്ന ഒരു ഫീൽ ഉണ്ടെങ്കിൽ ആ സമയത്ത് ഉണ്ടാവുന്ന ഹോർമോൺ ഗ്രലിൻ. വിശന്ന് കഴിഞ്ഞ് നമ്മൾ ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഓക്കെ, അപ്പൊ ശരീരത്തിന് ആവശ്യമായ ഊർജ്ജമൊക്കെ സംഭരിച്ചു, അപ്പോൾ വിശപ്പ് മാറി എന്ന് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് ഉണ്ടാവുന്ന ഹോർമോൺ ഏതാ എന്ന് ചോദിച്ചാൽ ആൻസർ ഏതാ? നമ്മൾ മുൻപേ വേറെ ഏതൊക്കെ വീഡിയോയിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ലെപ്റ്റിൻ ആണ്. ആൻസർ എന്താണ്? ലെപ്റ്റിൻ. ഓക്കെ, ലെപ്റ്റിൻ. അപ്പൊ ലെപ്റ്റിനെ നമുക്ക് എന്ത് പേരിട്ട് പറയാം? ലെപ്റ്റിൻ വിശപ്പ് മാറി നമുക്ക് സംതൃപ്തിയായി, എനിക്ക് മതിയായി എന്നുള്ള ഫീൽ അല്ലേ? അതുകൊണ്ട് എന്താ? സംതൃപ്തി ഹോർമോൺ എന്ന് പറയുന്ന ഹോർമോൺ ആണ് കേട്ടോ. സംതൃപ്തി ഹോർമോൺ എന്നാണ് അറിയപ്പെടുന്നത്. സംതൃപ്തി ഹോർമോൺ ആണ് ലെപ്റ്റിൻ. വിശപ്പിന്റെ ഹോർമോണാണ് ഗ്രലിൻ. വിശക്കുമ്പോൾ നമുക്കൊരു ഗ്രിൽഡ് ചിക്കൻ ഒക്കെ കഴിക്കാൻ തോന്നും അല്ലേ? അപ്പൊ ഗ്രലിൻ എന്ന് പറയുന്ന ഹോർമോണിനെ ആലോചിച്ച് വെച്ചേക്കുക. ലെപ്റ്റിൻ എന്ന് പറഞ്ഞാൽ സംതൃപ്തിയായി, മതിയായി ആ ഫീല് കൊടുക്കുന്ന ഹോർമോണാണ്. ഇതും ടെക്സ്റ്റ് ബുക്ക് ഫാക്ട് തന്നെയാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഓർഗനോയിഡുകൾ എന്നാൽ എന്താ? ഇതൊക്കെ SCRTന്റെ പല ഭാഗത്തു നിന്നായിട്ട് പെറുക്കിയെടുത്ത ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇനി നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓർഗനോയിഡുകൾ എന്നാൽ എന്താ? തകരാറിലുള്ള ജീനിനെ നീക്കം ചെയ്യുന്ന പ്രക്രിയ, വന്യമൃഗ ട്രാക്കിംഗ് സെൻസറുകൾ, റിഫ്ലെക്സ് പ്രവർത്തനത്തിൽ ആവേഗത്തിന്റെ സഞ്ചാരപാത. അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമുക്കറിയാം ആ സഞ്ചാരപാതയ്ക്ക് ഞാൻ റിഫ്ലെക്സ് ആർക്ക് എന്നാണല്ലോ പഠിച്ചേ. ഇനിയിപ്പോൾ മാറ്റി പഠിക്കേണ്ടോന്ന് പേടിക്കേണ്ട, അതങ്ങനെ തന്നെയാണ് റിഫ്ലെക്സ് ആർക്ക്. അപ്പോൾ അതൊന്നും അല്ല. ലാബിൽ വളർത്തുന്ന ചെറുതും ത്രിമാന രൂപത്തിലുള്ളതുമായ ടിഷ്യൂ മാതൃക. ഓക്കെ, ഏതാണ് ആൻസർ എന്നറിയോ? ഓർഗനോയിഡുകൾ എന്ന് പറയുമ്പോൾ ഓർഗൻ അല്ലെ, അവയവം നിർമ്മിച്ചത് ടിഷ്യൂ കൊണ്ടാണ്, കോശങ്ങൾ കൊണ്ടാണ് എന്നിങ്ങനെ ബാക്കടിച്ച് ആലോചിച്ച് വന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇവിടെ ലാബിൽ നിർമ്മിക്കുന്ന ചെറുതും ത്രിമാന രൂപത്തിലുമുള്ളതുമായിട്ടുള്ള ടിഷ്യൂവിന്റെ മാതൃകകൾക്ക് പറയുന്ന പേരാണ് ഓർഗനോയിഡുകൾ എന്ന് പറഞ്ഞാൽ. അപ്പൊ അതാണ് ആൻസർ കേട്ടോ. ഓക്കെ, യെസ്, SCRT എന്നുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, വളരെ താഴ്ന്ന താപനിലയിൽ ജീവനുള്ള കോശങ്ങളെയും കലകളെയും അവയവങ്ങളെയും സംരക്ഷിക്കുന്ന പ്രക്രിയക്ക് എന്താ? അതും നമ്മൾ കേൾക്കുന്നതാണ്. ഇപ്പൊ ജീൻ ബാങ്ക് അല്ലെ, ജീൻ ബാങ്കിനകത്ത് ജീനുകളെ, വിത്ത് കോശങ്ങളെയൊക്കെ സംരക്ഷിച്ചു വെക്കൂലേ? അപ്പോൾ സംരക്ഷിക്കാന്ന് വെച്ചാൽ വെറുതെ എടുത്ത് ബോട്ടിലിട്ട് വെക്കുകയല്ല ചെയ്യുക. അതിന് വേണ്ട രീതിയിൽ അവരെ ശീതീകരിച്ച് സൂക്ഷിച്ചു വെക്കണം. ഭാവിയിൽ കുറേ കാലം കഴിഞ്ഞിട്ടാണെങ്കിൽ ഉപയോഗപ്പെടുന്ന രീതിയിൽ, അന്നും ആക്റ്റീവായി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ശേഖരിച്ച് അല്ലെങ്കിൽ സൂക്ഷിച്ചു വെക്കണം. ആ രീതിക്ക് എന്താണ് പറയാ? ഹൈഡ്രോപോണിക്സ് എന്നാണോ പറയാം? നമുക്ക് പരിചയമുള്ള ഒരു വാക്കാണ്. നമ്മൾ ചാടിക്കേറി പരിചയമുള്ള വാക്ക് കാണുമ്പോൾ അങ്ങോട്ട് പോവരുത്. ഓക്കെ, അപ്പൊ എന്താ ഹൈഡ്രോപോണിക്സ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ? സസ്യങ്ങളെ വളർത്തുന്നതാണ് അല്ലെ? സസ്യങ്ങളെ പോഷക ലായനിയിൽ വളർത്തുന്നതല്ലേ സംഭവം? പോഷക ലായനിയിൽ വളർത്തുന്നതല്ലേ ഹൈഡ്രോപോണിക്സ്? അതിലൊന്നും ഒരു മാറ്റമില്ല അല്ലെ? അപ്പൊ പോഷക ലായനി സ്പ്രേ ചെയ്ത് കൊടുക്കുക, പോഷക ലായനിനെ സസ്യങ്ങൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് വളർത്തുകയാണെങ്കിൽ വേരിങ്ങനെ തൂങ്ങിക്കിടത്തി സസ്യങ്ങളെ വളർത്തിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് എയ്റോപോണിക്സ്. അപ്പോൾ അതൊന്നുമല്ല. പിന്നെ എന്താ? യെസ്, ഓപ്ഷൻ എ ആണ്, ക്രയോ പ്രിസർവേഷൻ എന്നാണ് പറയുക. ക്രയോ പ്രിസർവേഷൻ. ഓക്കെ, ഇതാണെങ്കിൽ നമ്മൾ ഓൾറെഡി ഒരു ഫാക്റ്റ് ആയിട്ട് എല്ലാത്തിലും പഠിക്കുന്നതാണ്. ഇപ്പോൾ ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഒരു ഭാഗത്ത് അവിടെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ, ക്രയോ പ്രിസർവേഷൻ. വളരെ താഴ്ന്ന താപനിലയിൽ, ആ താപനില പഠിച്ചു വെച്ചോ. ആ താപനില എത്രയാണ്? വളരെ താഴ്ന്ന താപനില എന്ന് പറയുമ്പോൾ മൈനസ് ആയിരിക്കും എന്നറിയാം. -196 ഡിഗ്രി സെൽഷ്യസിലാണ്. ഓക്കെ, ജീവനുള്ള കലകളെയും കോശങ്ങളെയും അവയവങ്ങളെയും സംരക്ഷിക്കുന്ന പ്രക്രിയക്കാണ് പറയാ. അതും ഈ സൂക്ഷിച്ചു വെക്കുന്ന ചിലപ്പോൾ എവിടെയായിരിക്കും? ലിക്വിഡ് നൈട്രജനിലാണ് കേട്ടോ. ലിക്വിഡ് നൈട്രജനിലാണ് ഇതിനെ സംഭരിച്ച് അല്ലെങ്കിൽ സൂക്ഷിച്ചു വെക്കുക. വളരെ താഴ്ന്ന താപനിലയിൽ ലിക്വിഡ് നൈട്രജനിലാണ് ഇതിനെ സൂക്ഷിക്കുക. ആ പരിപാടിക്ക് പറയുന്ന പേരാണ് ക്രയോ പ്രിസർവേഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, യെസ്. അപ്പൊ ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് നോക്കിയാലോ? ഓക്കെ, ജീവികളെ 3 കിങ്ഡങ്ങളായിട്ട് തരം തിരിച്ചതാരാണ്? വർഗീകരണം എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് അല്ലെ? വർഗീകരണം, ജീവികളെ ഗ്രൂപ്പാക്കി തിരിക്കുക. അതിനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ എന്ത് പറയാ? ടാക്സോണമി എന്ന് പറയാം. ടാക്സോണമി ഇംഗ്ലീഷ് വാക്കാണെങ്കിലും മലയാളത്തിലും ചോദിക്കുന്നതാണ് കേട്ടോ. വർഗീകരണ ശാസ്ത്രം അല്ലെ? വർഗീകരിക്കുക എന്ന് പറയാം. നമുക്ക് തോന്നുന്ന പോലെ ജീവിനെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രൂപ്പിലിടാനൊന്നും കഴിയില്ല. അതിൻ്റെ ജീവികൾ തമ്മിലുള്ള സമാനതകൾ നോക്കണം, വ്യത്യാസങ്ങൾ നോക്കണം. അങ്ങനെയാണ് നമ്മൾ ജീവികൾ ഓരോ ഗ്രൂപ്പാക്കി തിരിക്കുക. അതിനെയാണ് വർഗീകരിക്കുക എന്ന് പറയാ. ആ വർഗീകരണ ശാസ്ത്രം ശാസ്ത്രീയമായിട്ട് വേണം അല്ലെ? അതിനെ പഠിച്ചിട്ട് വേണം വർഗീകരിക്കാൻ. അതിനെയാണ് വർഗീകരണ ശാസ്ത്രം അല്ലെങ്കിൽ ടാക്സോണമി എന്ന് നമ്മൾ പറയും. ഇതാരാ? ടാക്സോണമീന്റെ പിതാവാരാ എന്ന് ചോദിച്ചാൽ നമുക്ക്
കേട്ടുപരിചയമുള്ള വ്യക്തിയാണ് ആരാ? നമ്മളെ കാൾ ലിനേയസ് അല്ലെ. കാൾ ലിനേയസിനെയാണ് വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവായിട്ട് നമ്മൾ പഠിക്കാം. ലിനേയസ് ഇവിടെ ഉണ്ട്. ലിനേയസ് ആണോ? പക്ഷേ അല്ല. ലിനേയസ് 2 കിങ്ഡം വർഗീകരണത്തിന്റെ ആള്. ജീവികളെ 2 കിങ്ഡം എന്നാണ് വലിയ ഗ്രൂപ്പിന് നമ്മൾ പറയാം. 2 കിങ്ഡം ആക്കി വർഗീകരിച്ച ആളാണ് ലിനേയസ്. പക്ഷെ വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവാണ് അല്ലെ. കിങ്ഡം പ്ലാന്റേ, സസ്യങ്ങളെയൊക്കെ കൂടെ ചേർത്ത് പ്ലാന്റേ എന്നും ജന്തുക്കളെയൊക്കെ കൂടെ ചേർത്ത് എനിമാലിയ എന്നും 2ആക്കി തരംതിരിച്ച ആളാണ് നമ്മുടെ ലിനേയസ്. അപ്പൊ ലിനേയസ് അല്ല ആൻസർ. പിന്നെ ആരാളുള്ളത്? ആർച്ച് വിറ്റക്കർ. ഇദ്ദേഹത്തിന്റെ പേര് ചിലപ്പോൾ കുറച്ചും കൂടെ നമുക്ക് പരിചയം ഉണ്ടാവും. ജീവികൾ എത്രയായിട്ടാ? 5 കിങ്ഡമാണ് കേട്ടോ. 5 കിങ്ഡം വർഗീകരണം നടത്തിയ വ്യക്തിയാണ് ആർച്ച് വിറ്റക്കർ എന്ന് പറയുന്ന ആള്. ആ 5 കിങ്ഡം ചിലപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. മൊനീറ അല്ലെ, പ്രൊട്ടിസ്റ്റ എന്ന് പറയുന്നത് മൊനീറ, പ്രൊട്ടിസ്റ്റ, ഫംഗസുകൾ വരുന്ന ഫഞ്ചേ, അതേപോലെ സസ്യങ്ങളൊക്കെ കൂടെ ചേർന്ന് പ്ലാന്റേ, ജന്തുക്കളെല്ലാം കൂടെ ചേർത്ത് അനിമാലിയ. അപ്പൊ ലിനേയസ് ഉണ്ടാക്കിയ ഗ്രൂപ്പ് ഇവിടെ ഉണ്ട്. അതിന്റെ കൂടെ 3 എണ്ണം കൂടെ ചേർത്തു. മൊനീറ, പ്രൊട്ടിസ്റ്റ, ഫഞ്ചേ. മൊനീറ എന്ന് പറയുമ്പോൾ എല്ലാവരും ഏകകോശം മർമ്മമില്ലാത്ത പ്രോക്യാരിയോട്ടുകൾ വരുന്ന ഗ്രൂപ്പാണ് മൊനീറ. ബാക്ടീരിയ പോലെയുള്ള സംഭവങ്ങളൊക്കെ വരുന്ന ഗ്രൂപ്പാണ് അല്ലെ. ഇത് ബാക്ടീരിയ ഒക്കെ വരുന്ന ഗ്രൂപ്പ്. പ്രൊട്ടിസ്റ്റ എന്ന് പറഞ്ഞാൽ എന്താ? ഏകകോശമാണ് പക്ഷേ മർമ്മം ഉണ്ട്. അതാണ് വ്യത്യാസം. ഇവിടെ മർമ്മം ഉണ്ട്, മറ്റേൽ മർമ്മം ഇല്ല. ഇവിടെയാണ് ആരൊക്കെ വരിക? നമ്മൾ അമീബ ഒക്കെ വരുന്ന ഗ്രൂപ്പ്. അമീബ, പാരമീസിയം, യൂഗ്ലിന അല്ലെ. നമ്മൾ അതുപോലെ പഠിക്കുന്ന പ്ലാസ്മോഡിയം, അവരൊക്കെ എവിടെയാ? ഈ പ്രൊട്ടിസ്റ്റയിലാണ് വരിക, ഏകകോശം. പിന്നെ എല്ലാ ഫംഗസും വരുന്ന ഗ്രൂപ്പാണ് ഇവിടെ. ഏകകോശ ഫംഗസ് ആയാലും ബഹുകോശ ഫംഗസ് ഒക്കെ വരുന്ന ഗ്രൂപ്പാണ് ഇവിടെ. അപ്പം ഇവിടെ നിന്ന് ഇങ്ങോട്ട് എല്ലാവർക്കും മർമ്മമുണ്ട്, ഇതിൽ മാത്രം മർമ്മമില്ല. പ്രോക്യാരിയോട്ടായ ഗ്രൂപ്പാണ് മൊനീറ. ഓക്കെ, എന്തായാലും അപ്പൊ ആർച്ച് വിറ്റക്കറും എല്ലാം തീരുമാനമായില്ലേ? 5 ഗ്രൂപ്പ് ഉണ്ട്. ഇനി ആരാ? കാൾ വൗസ്. കാൾ വൗസിന്റെ പേര് നമ്മൾ പഴയ ബുക്കിലൊക്കെ കേട്ടതാണ്. കേൾക്കാത്തവർ നിർബന്ധമായിട്ടും കേൾക്കണം കേട്ടോ. ഓക്കെ, അതാരാ? കാൾ വൗസ് ഏതാണ്? 6 കിങ്ഡത്തിന്റെ വ്യക്തിയാണ്. 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്ന ആളാണ്. ജീവികളെ 6 ഗ്രൂപ്പാക്കി തിരിച്ചു. ഈ 5 ഗ്രൂപ്പിനെ 6 ഗ്രൂപ്പാക്കാൻ വേണ്ടി മൊനീറേനെ പിന്നെയും പിടിച്ച് ആർക്കിയ, ബാക്ടീരിയ എന്നിങ്ങനെ തരംതിരിച്ചപ്പം 6ആയി മാറി. അങ്ങനെ തരംതിരിച്ച വ്യക്തിയാണ് കാൾ വൗസ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ത് കൊടുക്കും? ഇനി എന്ത് കൊടുക്കാൻ? ഇനി ഒരാളല്ലേ ബാക്കിയുള്ളൂ. ഏണസ്റ്റ് ഹെയ്ക്കൽ. ഓക്കെ, ആരാണ്? ഏണസ്റ്റ് ഹെയ്ക്കൽ എന്ന വ്യക്തിയാണ് ജീവികളെ 3 കിങ്ഡങ്ങളാക്കി തരംതിരിച്ച വ്യക്തി. ഈ ഏണസ്റ്റ് ഹെയ്ക്കൽ നമുക്ക് പരിചയം ഉണ്ടാവും. ഏണസ്റ്റ് ഹെയ്ക്കലിന്റെ പേര് നമ്മൾ ഓൾറെഡി കേൾക്കുന്നതാണ്. ഇക്കോളജി അല്ലെ, ഇക്കോളജി എന്ന പദം ആവിഷ്കരിച്ചു. പഠിക്കുന്നില്ലേ? ഓക്കെ, ഇക്കോളജി എന്ന പദം ആവിഷ്കരിച്ചത് ആര് എന്ന് ചോദിച്ചാൽ അവിടെയും നമ്മൾ ആൻസർ ഏണസ്റ്റ് ഹെയ്ക്കൽ ആയിരിക്കും പറയാ. 3 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ചോദിച്ചാലും ഏണസ്റ്റ് ഹെയ്ക്കൽ ആണ്. ഓക്കെ, യെസ്. അപ്പൊ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വർഗീകരണം റിലേറ്റഡ് ആയിട്ടുള്ള ചാപ്റ്റർ എവിടെ കിട്ടും ചോദിച്ചാൽ ആദ്യത്തെ 8ാം ക്ലാസ്സിന്റെ ബുക്കിലുണ്ടായിരുന്നു. പുതിയ 9ാം ക്ലാസ്സിന്റെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് നല്ല അടിപൊളി ഡീറ്റെയിൽ ആയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അവിടെ ഈ കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. റെഡി. പിന്നെ എല്ലാം നമ്മളൊരു SCERTയിൽ ഇന്നല്ല ഒരുപാട് ഭാഗത്ത് ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഓരോരോ ക്ലാസ്സിൽ ടെക്സ്റ്റ് ബുക്കിലായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. 6th-ലും 7th-ലൊക്കെ കുറച്ച് കൊടുക്കും. 7th-ലൊക്കെ കൊടുത്തതിന്റെ കൂടിയ ഭാഗങ്ങൾ ചിലപ്പോൾ 9th-ലുണ്ട്. അപ്പൊ നമ്മൾ ടെക്സ്റ്റ് ഒക്കെ വായിച്ചാലേ കാര്യം എന്തായാലും നടക്കുള്ളൂ. അപ്പോൾ ഇതുപോലെ ഈ അടുത്ത് നടന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഐഡിയ വന്നിട്ടുണ്ടാവും. പുതിയ SCERT ടെക്സ്റ്റ് ബുക്ക് ഒന്നും നല്ല ഡീപ്പിലുള്ള ക്വസ്റ്റ്യനൊക്കെയാണ് വരുന്നത് എന്ന് വെച്ചാൽ ഒന്നുമല്ല, നമ്മൾ വായിച്ച് പരിചയപ്പെടും. ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചാൽ ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. ഓക്കെ, അപ്പൊ എന്തായാലും ഇനിയൊരു കൂടുതൽ എക്സാമൊക്കെ വരുവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യാനും ഇനിയും പഠിച്ചു തുടങ്ങാത്ത ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ പുതിയ ബാച്ചസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം. ആ ബാച്ചിൻ്റെ കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് പറയുകയാണേ. ഇവിടെ ഏതാ നമ്മളെ ജനറൽ PSCക്ക് വേണ്ടിയിട്ടുള്ള ഫൗണ്ടേഷൻ ബാച്ചാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവരും പകുതി പണ്ട് പഠിച്ച് നിർത്തിയ ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഒന്നും കൂടെ പുതിയൊരു സ്റ്റാർട്ടിങ് അല്ലേ. അപ്പോൾ ആ രീതിയിൽ പുതിയൊരു ബാച്ച് ഓൾറെഡി ജനറൽ ഫൗണ്ടേഷൻ്റെ 3rd ബാച്ചൊക്കെ റണ്ണിങ് ആണ്. ഇനി പുതിയൊരു ബാച്ചിന് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള സന്തോഷ വാർത്തയാണ്. ജനറൽ PSCക്ക് വേണ്ടിയിട്ടുള്ള ഫൗണ്ടേഷൻ ബാച്ചാണ്. 4th ബാച്ച് അല്ലേ. 4th ബാച്ച് അത് സ്റ്റാർട്ട് ചെയ്യാണ് ഏപ്രിൽ 10-നാണ് നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1 year ആയിരിക്കും വാലിഡിറ്റി. അപ്പോൾ പുതിയ സിലബസ് ഒക്കെ അനുസരിച്ചിട്ട് പുതിയ SCERT ഫാക്ട് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ്സസ് ആയിരിക്കും ഉണ്ടായിരിക്കും. ഓക്കെ, ലൈവ് ക്ലാസ് ആയിരിക്കും. ലൈവ് മിസ്സാവുകയാണെങ്കിൽ റെക്കോർഡഡ് ക്ലാസ്സസും കാര്യങ്ങളൊക്കെ കിട്ടും. അതുപോലെ ഫീസാണ് 1499 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ബാച്ചിൻ്റെ സ്റ്റാർട്ടിങ് ഏപ്രിൽ 10 ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ ലേറ്റ് ആവാതെ അഡ്മിഷൻ എടുക്കുക. ജോയിൻ ചെയ്ത് സ്റ്റാർട്ടിങ് തൊട്ട് പഠിച്ചു തുടങ്ങുക. ആദ്യമേ പെൻഡിങ് വരുത്തരുത്. ജോയിൻ ചെയ്യുകയാണെങ്കിൽ വേഗം ജോയിൻ ചെയ്ത് ആദ്യമേ സ്റ്റാർട്ട് ചെയ്ത് പഠിച്ചാൽ ഈസി ആയിട്ട് നമുക്ക് പുതിയ ടെക്സ്റ്റ് ഒക്കെ മനസ്സിലാക്കാം, ക്രാക്ക് ചെയ്യാം. അതേപോലെ തന്നെ ഇനി ചിലർക്ക് ഇനി മാത്സും അതേപോലെ ഇംഗ്ലീഷ്, മാത്തമാറ്റിക്സ് അല്ലെ, ഇതിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യണം. ഈ ഭാഗത്താണ് വീക്ക് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ ഭാഗം ഒന്നും കൂടെ ക്ലിയർ ആക്കണം എന്നുണ്ടെങ്കിൽ MEM ബാച്ച് ഓൾറെഡി ഒരു ബാച്ച് ഉണ്ട്. അതിന്റെ 2nd ബാച്ച് തുടങ്ങുകയാണ്, MEM ബാച്ച് 2.0. ഓക്കെ, അപ്പോൾ തുടങ്ങുകയാണ്. ആ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ 6-നാണ്. ഓക്കെ, അതേപോലെ ഈ 3 സബ്ജക്റ്റുകൾ മാത്രമായിട്ട് ഫീസും അഫോർഡബിൾ ആണ്. ഫീസ് വരുന്നത് 799 799 രൂപ.
വാലിഡിറ്റി എന്ന് പറയുന്നത് 10 മാസത്തേക്കാണ്. ഓക്കെ, റെഡി അല്ലേ? ക്ലിയർ. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻ ഒക്കെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നുപോയത്, അതേപോലെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ കൂടുതൽ ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് പരിചയപ്പെടണം, SCRT റിലേറ്റഡ് കാര്യങ്ങളൊക്കെ അറിയണം എന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളായിട്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.